നിങ്ങളിപ്പോൾ ഒരു നല്ല സ്ഥലവും ഇരിക്കാനും പഠിക്കാനൊക്കെ സ്ഥലം. ഞങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടു, നിങ്ങൾ കഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള കഥയ്ക്ക് വേണ്ടി പറയല്ല. പലപ്പോഴും നമുക്ക് തോന്നും ഈ സൗകര്യങ്ങളൊന്നും പോരാ, നമുക്ക് ഡൽഹിയിൽ പോയാൽ വാജിറാം ഉണ്ട്, ബൈജൂസ് ഉണ്ട്, ഇതൊന്നും വലിയ കഥയില്ല. നമ്മളെ മലബാറിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് കോച്ചിങ് തുടങ്ങിയത് ഒരു ഖന്ന എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യക്കാരനാണ്. അയാൾ നമ്മളിങ്ങനെ ബിരിയാണിയിൽ അടിച്ച് ബടായി അടിച്ച് കഴിയുന്നതുകൊണ്ട് അയാൾ വെച്ച് ഇവർക്ക് കുറച്ച് വെളിവ് വരട്ടെ, പരീക്ഷ എഴുതിട്ട് വെച്ച് അങ്ങനെ തുടങ്ങിയതാണ് മാഹി. നല്ല അക്കാഡമി ആയിരുന്നു, നല്ല ക്ലാസ്സുകളായിരുന്നു. മഹേഷ് മംഗലാട്ടൻ എന്ന് ഒരു എഴുത്തുകാരൻ, നല്ല അധ്യാപകൻ മാഹിക്കോട്, അവരൊക്കെ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ മാഹിയിൽ ഏകദേശം അടിച്ച് പിരിച്ചു ക്ലാസ് കുറേയൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ MSS കോളേജ് തിരുവനന്തപുരം കോഴിക്കോട് MSSൽ നിന്ന് ചെറുകുട്ടി റോഡിൽ കുറച്ചൊരു കോച്ചിങ്, സാവാൻകുട്ടി സാഹിബ് കേരള KPSCയുടെ പ്രസിഡൻ്റായിരുന്ന സമയം, അദ്ദേഹം കുറച്ചൊരു വെളിവുള്ള നമ്മളെ കാക്കമാരിലും കൂടെ MSS വകയിൽ തുടങ്ങി. എവിടെ ഫ്രീ ആയിക്കോട്ടെ അവിടേക്ക് നമ്മൾ ചാടിക്കരുന്നതാണ്. ഇപ്പോൾ MSSൽ IAS പരീക്ഷ പ്രിലിം അവിടുത്തെ ടെസ്റ്റ് പാസ്സായാൽ റൂം കിട്ടും. അപ്പോൾ ചെറുകുട്ടി റോഡിൽ റൂമിന് നല്ല പൈസയാണ്. അപ്പോൾ ചൂടിൽ അവിടെ റൂമും കിട്ടും. നിങ്ങളിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല സുഖമായി പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അന്ന് പുസ്തകങ്ങളില്ല, അന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുന്ന അപ്പം അടിച്ചു നോക്കിയാൽ വാട്ട് ഈസ് ദ ഇഷ്യൂ ഓഫ് ഡബിൾ ടാക്സേഷൻ ബൈ ദ ഗ്രേറ്റ് ട്രംപ്, ഗ്രേറ്റ് ഇൻ കോട്ട്സ്, ദ നോബൽ പ്രൈസ് ഫോർ ദ മോസ്റ്റ് ബിഗസ്റ്റ് ഇഡിയറ്റ് ഇൻ ദ വേൾഡ് എന്നെല്ലാം പറഞ്ഞാൽ അടിച്ച അപ്പൊക്കെ ഉത്തരം കിട്ടൂലേ? പണ്ടതില്ല. പണ്ട് ഒന്നുകിൽ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ പോയി ചോദിക്കണം, അല്ലെങ്കിൽ കുറേ നമ്മൾ തന്നെ തിരഞ്ഞുണ്ടാക്കേണ്ടി വരും. അല്ല, പഠിക്കാനുള്ള സാധ്യതകളും പാഠ്യ ഉപകരണങ്ങളുടെ ലഭ്യതയും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കോമ്പറ്റീഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് പൊട്ടനും എല്ലാ മെറ്റീരിയലും ഉണ്ട്. പണ്ട് ശ്രമിക്കുന്നവനേ മെറ്റീരിയലുള്ളൂ. ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇത് അടിച്ചു നോക്കി എല്ലാ പരിപാടിയും കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും പാഠ്യ ഉപകരണങ്ങൾ. ഇപ്പം നമ്മളിപ്പം അന്നത്തെ യുദ്ധത്തിൽ അലക്സാണ്ടറിനെ പോലെ നല്ല ആവേശവും നല്ല പടച്ചട്ടയും നല്ല യുദ്ധവൈഭവമുള്ള ആൾക്കേ യുദ്ധം ജയിക്കാൻ പറ്റും. ഇന്നത്തെ മാമുക്കോയ്ക്കും ജയിക്കാൻ പറ്റും, കാരണം പടച്ചട്ട എല്ലാവർക്കും ഉണ്ട്. അതിൽ സലീം ആയാലും ഏത് നമ്മൾ മെലിഞ്ഞാണെന്ന്, മാമുക്കോയ മോശം നല്ല നടൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇന്നസെൻ്റ് നമ്മളെ മാഷ അയാളെ പേര് മറന്നുപോയി, നല്ലൊരു സിനിമയിൽ അഭിനയിച്ച ഇന്ദ്രൻസ് ആണ്. മാമുക്കോയാലും ഇന്ദ്രൻസ് ആയാലും യുദ്ധം ജയിക്കുക, കാരണം അവരുടെ കയ്യിലും ഈ സാധനമുണ്ട്. അലക്സാണ്ടറിൻ്റെ പടച്ചട്ട, റെപ്പട്ടോയർ നമ്മൾ പറയും ഇംഗ്ലീഷിൽ, കറക്റ്റ് വാക്ക് റെപ്പട്ടോയർ. റെപ്പട്ടുന്ന പടക്കോപ്പുകളുടെ ശേഖരത്തിന് റെപ്പട്ടോയർ എന്ന് പറയാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും റെപ്പട്ടോയർ ഉണ്ടെങ്കിൽ യുദ്ധം ആർക്കും ജയിക്കാമല്ലോ. ഇപ്പോൾ പടയാളികൾ തമ്മിൽ വ്യത്യാസമില്ല. UPSC ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും ലഭ്യമായ നോളജ് ഇസ് അവൈലബിൾ ടു എവറിബഡി. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന 14 ലക്ഷം ആളുകളുടെ കയ്യിലും ഒക്കെ അലക്സാണ്ടറിൻ്റെ പടച്ചട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ബാക്കി? ഇത് എവിടെ ധരിക്കണം എന്നറിയുന്നതാണ്. ഈ പടച്ചട്ട വെറുതെ കിട്ടി പടച്ചട്ട ചിലപ്പോൾ നമ്മൾ നെഞ്ഞത്ത് കെട്ടേണ്ടത് ചന്തി കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കത്തി നെഞ്ഞത്ത് കയറിപ്പോവും അല്ലേ? പിന്നെ ചവിട്ടിയാൽ ചിലപ്പോൾ തടയാൻ പറ്റും. അതാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമ്മൾ കയ്യിൽ കെട്ടേണ്ട പൾസ് നമ്മളിവിടെ പെട്ടെന്ന് ഇവിടെ കെട്ടിയിട്ട് കാര്യമില്ല. അപ്പം പഠിക്കുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്ത് പഠിക്കുന്നു എന്ന പോലെ തന്നെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് ഈക്വലി സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ പടച്ചട്ടയും കെട്ടി നമ്മൾ വേണ്ടതൊക്കെ പടത്തിൻ്റെ സാധനമൊക്കെ കെട്ടിക്കഴിയും. ഇനി യുദ്ധത്തിന് ഇറങ്ങിയാൽ നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാർ യുദ്ധത്തിന് ആദ്യം പൂഴി പറത്തി നോക്കും, കാറ്റെവിടെയെന്ന് നോക്കും. അപ്പം മറ്റുള്ളവൻ്റെ പടക്കോപ്പിൻ്റെ മണം വരുന്നത് ഒരിക്കലും യുദ്ധം ചെയ്യില്ല. കാരണം കാറ്റിൻ്റെ ദിശയിൽ അയാൾക്കറിയാം യുദ്ധഭൂമിയിൽ. ഒട്ടോമൻ എംപയർസിൻ്റെയൊക്കെ റൂളേഴ്സ് അങ്ങനെയാണ്. ഈ പടക്കോപ്പ് ഉപയോഗിക്കാൻ വേണ്ട കാലം ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ കാറ്റാദ്യം അറിയണം. നമ്മൾ ആദ്യം ഉത്തരം കടലാസ് കിട്ടി കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പരീക്ഷിച്ച കുറേ ആൾക്കാരുണ്ട്, മോശമായിട്ട് പറയുന്നില്ല ആരെയും, എല്ലാവരും അടിച്ച് പൊളിച്ച് കിട്ടോ. എങ്ങനെയുണ്ട് പരീക്ഷ? അടിച്ച് പൊളിച്ച്. ഇവർ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ടാവും. എന്നാലും കാരണം UPSCൻ്റെ ചോദ്യം ഒരിക്കലും ഇങ്ങനെ വളരെ എളുപ്പമുള്ളതല്ല, ലളിതമല്ല. നിങ്ങൾ എല്ലാവരും GS പുതിയ ഏറ്റവും വലിയ ചാലഞ്ച് GS ആണെന്ന് ഞാൻ മനസ്സിലാക്കി. CSAT-ഉം GS-ഉം ആണ്. തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. ഞാനൊരു 25 വർഷം മുമ്പ് പരീക്ഷ എഴുതിയാണ്, 30 വർഷം മുമ്പ് കേട്ടോ. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഞാൻ എഴുതുന്ന ആൾക്കാർ ചോദിച്ചുള്ള അറിവ് വെച്ച് പറയാണ്, ഐ എം നോട്ട് എൻ എക്സ്പേർട്ട്. GS-ൽ വരുന്ന പല ചോദ്യങ്ങളും മിക്കവാറും ചോദ്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ചോദ്യം മനസ്സിലാക്കി മാത്രം ഉത്തരം എഴുതുക. ചോദ്യം ഇതാണ്: Buddhism died in India when the patronage of ruler Ashoka and the biggest ruler Chandragupta Maurya started dissipating, and early Vedic tradition also started becoming weaker. ഇത് പറയുന്നത് സത്യമാണോ? ചോദ്യം വളരെ നമുക്ക് വായിക്കുള്ള സിമ്പിളാണ് അല്ലേ? എന്തെങ്കിലും വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ ആലോചിക്കാം.
ആദ്യം ചോദ്യം കിട്ടിയാൽ ഉത്തരം എഴുതാൻ ചാടി പുറപ്പെടരുത്. ഇതാ ഞാൻ പറയാം, എല്ലാവരും പടച്ചട്ടേണ്ട നാല് നമുക്ക് മനസ്സിലായി. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വെടിപ്പായി ചെയ്യണം. ഞാൻ തിരിച്ചു ചോദ്യം പറയാം. ഇന്ത്യയിൽ ബുദ്ധിസം തളർന്നു പോയതും ഏർലി വേദിക് പീരീഡ് എന്ന കാലഘട്ടം റിവൈവ് ചെയ്തതും രാജാക്കന്മാരുടെ, അന്നത്തെ അശോകനൊക്കെ വലിയ ബുദ്ധിസത്തിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നല്ലോ, അവരുടെ ഇകഴ്ചയോ അവരുടെ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പങ്ക് കുറഞ്ഞു പോയത് കൊണ്ടും എന്ന് പറഞ്ഞത് ശരിയാണോ? അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഇങ്ങനെ വായിക്കും, നമ്മൾ പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടി ചാടി പിടിച്ചാൽ അതാണ് ശരിയാണ്, അശോകൻ്റെ പൈസ ഉണ്ടായിട്ടില്ല, ഗുപ്തൻ്റെ ടൗസർ പോയി നമ്മളെ ചാമ്പി എഴുതി ഞാൻ അടിച്ച് കലക്കി, അശോകൻ്റെ ആളെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെ ഒക്കെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറയും. നമ്മളിത് ഉത്തരമല്ല, നമ്മൾ മണ്ടത്തരാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? കാരണം ബുദ്ധിസത്തിൻ്റെ തളർച്ചയും അല്ലെങ്കിൽ സെറ്റിൽഡ് അഗ്രികൾച്ചറിൻ്റെ വളർച്ചയും ഇത് സാമൂഹികമായും സാമ്പത്തികമായും ഒരു വലിയ മാറ്റം അന്നത്തെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ചോദ്യത്തിൽ ഉത്തരവുണ്ട്. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ്, നമ്മൾ കേൾക്കാഞ്ഞിട്ടാണ്, നമ്മൾ നോക്കാഞ്ഞിട്ടാണ്. നമ്മൾ ഭയങ്കര നമ്മളെന്താ IAS ഒക്കെ എഴുതാനാണ് പോകുന്നത്, ആ മസിലൊക്കെ പിടിച്ച് പോയിട്ട് ഉള്ള വൃത്തികേട് കൂടെ വെള്ളം അടിച്ച് ഛർദ്ദിക്കും പോലെ പേപ്പറിൽ ഛർദ്ദിക്കും. ഇത് കണ്ട് ഇൻവിജിലർ തലവെച്ച് പോയി ചങ്ങായിക്ക് എന്ത് പട്ട ഛർദ്ദിച്ച് വെച്ചേക്കാം 36 പേജ്. അതല്ല വേണ്ടത്. നമ്മളിപ്പോൾ സാധാരണ ഒരാൾ ചോദിക്കുന്നത് കേരളത്തിൽ റോഡുകൾ മോശമാണ്, തമിഴ്നാട്ടിലെ റോഡുകൾ, കർണാടകയിലെ റോഡുകൾ നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മളപ്പോൾ തന്നെ എന്താ പറയുക, കേരളത്തിലെ കോൺട്രാക്ടർമാരൊക്കെ കള്ളന്മാരാണ്, ഇവിടെ ഭയങ്കര കറപ്ഷനാണ്, ഇവിടെ കംപ്ലീറ്റ് മോശമാണ്, ഞാൻ മാത്രം നല്ലൊരാളുള്ളൂ. അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര മോശം, വെല്ലം ഭയങ്കര ഹരിശ്ചന്ദ്രന്മാർ ഭരിക്കുന്ന സംസ്ഥാനം. അതല്ലല്ലോ. തിരിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് അടിസ്ഥാനപരം നമ്മൾ കാണുന്നത്? റോഡ് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ് അല്ലേ? ആ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ, മണ്ണിൻ്റെ ഉറപ്പ്, പാറയുടെ ഘടന, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് റോഡിൻ്റെ ഉറപ്പ് അല്ലേ? നമ്മൾ കടപ്പുറത്ത് റോഡ് ഉണ്ടാക്കുമ്പോൾ അതിന് വ്യത്യസ്തമാണ്. മണലാണ്, എത്ര കുഴിച്ചാലും നമുക്ക് പൈലിങ്ങിന് സ്ഥലം കിട്ടില്ല, ആഴത്ത് കുഴിക്കേണ്ടി വരും, ബെൽറ്റിങ് ചെയ്യേണ്ടി വരും, അപ്പോൾ കോസ്റ്റ് കൂടുകയാണ് അല്ലേ? മറിച്ച് ഇടനാടിലാണെങ്കിൽ നമ്മൾ ചെമ്മണ്ണായിരിക്കും, അപ്പോൾ കുറച്ചുകൂടെ സമതലമാണ് സ്ഥലങ്ങൾ, അപ്പം നമുക്ക് ബെൽറ്റിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, റോള് ചെയ്യാം, കുറേ കൂടെ ബലമുള്ള റോഡായിരിക്കും. കുറേ കൂടെ നമ്മൾ മലനാട്ടിലേക്ക് എത്തിക്കഴിയുമ്പം അവിടെ എന്താണ്, റോഡുകൾ വീതി കുറവായിരിക്കും, മണ്ണിടിക്കേണ്ടി വരും അല്ലേ? ചിലപ്പോൾ മണ്ണിടിച്ചൽ വരും. വയനാട്ടിലൊക്കെ റോഡ് ഉണ്ടാക്കുമ്പോൾ മണ്ണ് വീഴും, അപ്പം അതിൽ വെള്ളം നോക്കണം, ഉറവകൾ നോക്കണം അല്ലേ? അപ്പം ഒരു കാര്യത്തെ അതിൻ്റെ ഗൗരവത്തോടെ, അതിൻ്റെ പരിപ്രേക്ഷിതമാണ് പെർസ്പെക്റ്റീവ്. അപ്പോൾ നല്ലൊരു എന്ത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ IASന് വേണ്ട ഒരു സ്വഭാവം ഞാൻ പറയുന്നതാണ്, യു ഷുഡ് ഹാവ് എ ക്ലിയർ പെർസ്പെക്റ്റീവ്. നമ്മൾ പറയുന്ന വിഷയത്തെപ്പറ്റി എന്തും പറയാമെന്ന് ആലോചിക്കരുത്. കാരണം നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവഗാഹതയാണ്. പണ്ഡിതനല്ല, പറയുന്ന കാര്യം വ്യക്തമാവണം, സത്യമാവണം, വിശ്വസനീയമാവണം, റിലയബിൾ ആവണം. അപ്പോൾ നമ്മൾ കാരണം ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ IASലൊന്നും പറ്റൂല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെടുപ്പായി ചെയ്യാം, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, നമുക്കറിയാത്ത കാര്യങ്ങൾ ആളുകളോട് ചോദിക്കുക. വ്യക്തതയും കൃത്യതയും ക്ലിപ്തതയും, അത് മൂന്നും ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ കുറച്ച് നന്നായി പഠിക്കേണ്ടി വരും അല്ലേ? നമ്മളൊരു ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ, പശുവിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ പശു പാല് തരും, പിന്നെ മിൽമ തരും, പിന്നെ അയാൾ തരും, ഗുജറാത്തിൽ അമുലുണ്ട്, അമുലിൽ നിന്ന് കടലുണ്ടെന്നെല്ലാം പറഞ്ഞ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഇത് പശുവല്ലല്ലോ അല്ലേ? ഇത് ആളെ കോഴിയാക്കുന്ന, പശുവാക്കിയല്ല, നിങ്ങൾ ആളെ കോഴിയാക്കുന്ന പരിപാടിയാണ്. നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് പരീക്ഷ എഴുതി, പക്ഷേ എന്താ പറയുക, പരീക്ഷ നോക്കിയാൾ വലിയ മിടുക്കലല്ലെന്ന്, എനിക്ക് ഭയങ്കര മാർക്ക് കുറവായി. നമുക്ക് വെളിവില്ലാത്തതുകൊണ്ട് പാവം അയാളെ കുറ്റം പറയുന്നതാണ്. ഏത് ഇൻവിജിലേറ്റർ. നമ്മൾ വെളിവോടുകൂടി എഴുതാൻ നല്ല മാർക്ക് കിട്ടും. അതിനുള്ള കുറ്റം ചെയ്യാൻ പറഞ്ഞത് സ്വീകാര്യമായത് മാത്രം എടുത്താൽ മതി. ഈ ഉത്തരം നോക്കുന്ന ആൾക്കും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചു. ഇത് സൈക്കോളജിക്കൽ ടെക്നിക്ക്. ഞാൻ സൈക്കോളജി പഠിച്ചാണ്, എൻ്റെ ഒരു വിഷയം സൈക്കോളജിയായി. ഉത്തരം എഴുതിൽ ഏറ്റവും ഒരു മിടുക്കെന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ സൈക്കോളജി ഒരു സംതിങ് കോൾഡ് പ്രീ പേഴ്സണാലിറ്റി ജഡ്ജ്മെൻറ്റ്. നമ്മളൊരാൾ റൂമിലേക്ക് വരുമ്പോൾ, നിങ്ങളിപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ രാവിലെ തുണി എടുത്ത് വരാമെന്ന് വെച്ചാൽ എൻ്റെ ബോൾ പറഞ്ഞു നിങ്ങൾ തുണി എടുത്തിട്ട് പോകില്ല, അവിടെ കുട്ടികളായിരിക്കും, നിങ്ങൾക്ക് പണിയൊന്നുമില്ല. പക്ഷെ അവൾ പറഞ്ഞു ശരി, അവളൊരു ഇവരോട് പറഞ്ഞു നിങ്ങൾ തുണി എടുത്തിട്ട് അവർക്ക് ഈ IAS ഒന്നും വലിയ വിലയില്ല. അത് എന്താണ്, ഇറ്റ്സ് എ പെർസ്പെക്റ്റീവ്, ഇറ്റ്സ് എൻ ഇംപ്രഷൻ, ഇറ്റ്സ് എൻ ഇമേജ്. ദിസ് ഇസ് കോൾഡ് എ പ്രീ ജഡ്ജ്മെൻറ്റ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരാൾ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾ വരുന്ന അയാൾ നല്ല സ്മാർട്ടായി നടക്കുന്നുണ്ട്, ഇറക്റ്റ് പോസ്ചറാണ്, ഒരു കണ്ണിൽ നോക്കി സംസാരിക്കും, അപ്പോൾ യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അപ്പോൾ ആലോചിച്ചിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രിസംഷൻ ആട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് സ്കിൽ അതാണ്.
നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ നമ്മളെ മനസ്സ് നമ്മൾ പറയും എന്താ പറയുന്നത്. ഈ പ്രീ ജഡ്ജ്മെൻറ്റ്, പ്രീ അസസ്മെൻറ്റ് നമ്മളത് എന്താ പറയുക, ഒരുപാട് ആളുകൾക്കൊരു ഒരു 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 ജനറൽ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം എഴുതുന്ന ഉത്തരം നിങ്ങൾ ആദ്യം ഒരു ആൻസർ പേപ്പർ എടുക്കുക. ഞാൻ മെയിനിലേക്കാണ്, പ്രിലിമല്ല പറയുന്നത് കേട്ടോ. കാരണം പ്രിലിം ഇപ്പം സ്റ്റൈലൊക്കെ മാറിയിട്ട്, അതുകൊണ്ട് പ്രിലിം നിങ്ങൾ അത് എഴുതുന്ന ആളോട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എഴുതും പ്രിലിം വേറെ ആയിരുന്നു. ഇപ്പോൾ എഴുതിയ ആൾക്കാരോട് ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു ഉത്തരം എഴുതുമ്പോഴേ ചോദ്യക്കടലാസ് കിട്ടിയാൽ നമ്മളെന്താ വെച്ചാൽ ഇതിലെല്ലാം എനിക്കറിയാം, ഇപ്പം ഞാൻ എന്താ എഴുതുക അങ്ങനെ ആലോചിക്കരുത്. ഇതിലെല്ലാം എനിക്കറിയില്ല, ഇതിൽ ചിലത് എനിക്ക് നന്നായി അറിയാമെന്ന് ആലോചിക്കാം, ചിലത് എനിക്ക് ഒരുവിധം അറിയാം, ചിലത് ഒപ്പിക്കാം, ചിലത് ഞാൻ തൊട്ടാൽ പണി കിട്ടും അല്ലേ. അതാദ്യം ഒരു ഉത്തരമുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റേറ്റ് ചെയ്യാം, ABCD. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാം, ബി എന്ന് പറഞ്ഞാൽ കുറച്ച് ബേജാറ് വേണമെന്ന് ആലോചിക്കാം, സി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ക്രിട്ടിക്കലായി അനലൈസ് എഴുതണോ വേണ്ടത്, ഡി എന്ന് പറഞ്ഞാൽ ദൂരത്തങ്ങ് വെച്ചേക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഓർമ്മ വെച്ച് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഞാൻ കാറ്റഗറി ഞാൻ സ്റ്റാറാണ് ഇടൽ. അപ്പോൾ നമുക്ക് അടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്നും കൂടെ വായിക്കാം. അപ്പോൾ നമുക്കൊരു ഇതാണ് ചോദ്യം അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ഒരു പേപ്പർ എടുത്ത് നമ്മൾ പ്രത്യേകിച്ച് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറയണേ, നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ഒന്ന് കുറിച്ച് വെക്കാം പേപ്പറിൻ്റെ സൈഡിൽ, പെൻസിലോട് എഴുതിയാൽ മതി. ലാസ്റ്റ് പേജ് എടുത്തിട്ട് ആ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇത് കുഴപ്പമില്ല, ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ എൻ്റെ ഉത്തരത്തിന് ഒരു രൂപമുണ്ട്, ഒരു ഭാവമുണ്ട്, പിന്നെ ഒരു എഴുതിയ ആളിൻ്റെ ഒരു നമ്മൾ എഴുതുന്ന ഉത്തരമൊക്കെ നമ്മൾ തന്നെ കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ട ശൈലിയാണ്. ദിസ് സേയിങ് ഇൻ ഇംഗ്ലീഷ്, സ്റ്റൈൽ ഈസ് ദ മാൻ അല്ല, സ്റ്റൈൽ ഈസ് ഹ്യൂമൻ ബീങ്. ഇറ്റ്സ് നോട്ട് എ ജെൻഡർ ന്യൂട്രൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെ ശൈലി നമ്മളാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ഉത്തരത്തിലാണ് അയാൾ നമ്മളെ കാണുന്നത്, ഉത്തരം നോക്കുന്നതാണ്. കാരണം അയാളിങ്ങനെ ചിലപ്പം ഭാര്യയോട് കലമ്പിയിട്ട് അടി കൂടിയിട്ട് വന്നായിരിക്കും, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സ്ട്രെസ് കൊടുക്കരുത് അയാൾക്ക്, നമ്മൾ ഉത്തരം വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇയാൾ നന്നായിട്ട് നിങ്ങൾ എഴുതുന്ന രീതി, നിങ്ങളുടെ ആദ്യത്തെ പേജിൻ്റെ ആ മുഖമുണ്ടല്ലോ അതുപോലും വൃത്തിയുണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതെല്ലാം എന്ന് പറയുന്ന ആളുടെ നിങ്ങൾക്ക് സ്വീകരിക്കാം കേട്ടോ, ഇതൊരു വേദവാക്യമൊന്നുമല്ല. കാരണം എൻ്റെ മനസ്സിലാക്കൽ, യു ക്രിയേറ്റ് എൻ ഇംപ്രഷൻ ഇൻ ദ ഇൻവിജിലേറ്റർ ദ വേ യു റൈറ്റ്. നിങ്ങളുടെ ഒന്നാമത്തെ ഉത്തരം വളരെ വൃത്തിയിലും ശുദ്ധിയിലും അർത്ഥവത്തായും ഇംപ്രസീവ് ആകർഷണമായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ അത്ര മോശമില്ലെങ്കിൽ അയാൾ നിങ്ങളെ വിചാരിച്ചു ഇയാൾ മോശമില്ല കേട്ടോ, ഹി മെയ്ഡ് എ പ്രീ ജഡ്ജ്മെൻറ്റ് അബൌട്ട് യു. മനസ്സിലായില്ലേ? ഇത് പരീക്ഷ എഴുതുന്നൊരു ചെറിയ കുട്ടൻസാണ്. പിന്നെ ചില ആൾക്കുള്ള നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 8 അറിയാം, 4 അറിയാം, 3 അറിയാൻ തീരുമാനിക്കും. എന്നിട്ട് 3 തുടങ്ങി കുറച്ച് കഴിയുമ്പം ആദ്യം ഭയങ്കരമായിട്ട് വയറിളക്കം പിടിച്ച പോലെ എഴുതും, കുറച്ച് കഴിയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആവും. ഷടാ ഇത് വേണ്ടേനും അത് വിട്ടു, ഇനി നമുക്ക് 5 എഴുതാം. അപ്പോൾ 5 തുടങ്ങും, 5 എഴുതി പറയും 5ൽ പോയിന്റ് കുറച്ചധികം, എന്നാൽ പിന്നെ 8ൽ നല്ലോണം അറിയാം. ഈ ചങ്ങാൻ IAS എടുത്താൽ നമുക്ക് പണി കിട്ടും. മനസ്സിലാവും? ഇയാൾക്ക് കിട്ടൂല. കാരണം ഇൻഡിവിജ്വലൊക്കെ മനസ്സിലായി ഈ ചങ്ങായിക്ക് സ്വന്തം എന്താ പരീക്ഷ എന്ന് അറിയാത്തവനെ പിടിച്ചിട്ട് എന്താ IAS എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ ആളുകൾ പഠിക്കാഞ്ഞിട്ടല്ല, ഇതൊക്കെ സ്ട്രാറ്റജിയാണ്. നമ്മൾ പരീക്ഷ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരാൾ പ്രശ്നം കൊണ്ടുവരുന്നു, നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കണം, ആളോട് ആദ്യം ചോദിക്കുക എന്താ പ്രശ്നം അല്ലേ. ഈ ചോദ്യക്കടലാസ് നിങ്ങൾ അസസ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ വെറുതെ പരീക്ഷ എഴുതി പാസ്സാകുന്നതുകൊണ്ട് കാര്യമില്ല. ഒരാൾ നിങ്ങളുടെ ഇവിടെ ഒരു സാറേ നിങ്ങളുടെ പെരിന്തൽമണ്ണ ടൗണിൽ 2 ആൾക്കാർ തമ്മിൽ അടി കൂടുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം വെടിവെച്ചോളി അല്ലേ. നിങ്ങളെ വെടിവെച്ച് പോലെയാണ്, പരീക്ഷ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഇതാണ് ഉത്തരം. നിങ്ങൾ ചോദ്യക്ലാസ് വെടിവെച്ചോളി പറയും. ഇത് വെടിവെക്കേണ്ടല്ല. ആദ്യം പെരിന്തൽമണ്ണ ഇവിടെയാണുള്ളത്, മങ്കട റോഡിലാണ്. ആര് തമ്മിലാണ്? ഞാൻ നിങ്ങളാരെയും കമ്മ്യൂണൽ റൈറ്റിന് പ്രകോപിപ്പിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, എൻ്റെ പണി പോകും. അപ്പോൾ ആര് തമ്മിലാണ്? ഇത് അവിടുത്തെ തമിഴന്മാരും ബംഗാളികളും തമ്മിലാണ്. അപ്പോൾ അവരെവിടെയാണ് ഉള്ളത്? അവരൊരാൾ അവിടുത്തെ ഒരു വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ അവരെന്താ ഉണ്ടായത്? അത് മറ്റേ ആൾ സ്റ്റൗ കൊണ്ടുപോയപ്പോൾ അയാൾ മറ്റേ വീട്ടിലെ സ്റ്റൗ അറിയാണ്ട് പൊട്ടിപ്പോയി, ഗ്യാസ് കൊണ്ടാണ് പൊട്ടിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അയാളെ ഭാര്യ പറഞ്ഞു തമിഴൻ പൊട്ടിച്ചാണ് അല്ലേ. അപ്പം തമിഴനെ മറ്റേ ആൾ പോയി അടിച്ചു അല്ലേ. അപ്പം നിങ്ങൾ ആദ്യം വെടിവെച്ചിട്ടുണ്ടാവും, നിങ്ങളെ തന്നെ വെടിവെക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മളതിനെ പഠിക്കുമ്പോഴാണ് അല്ലേ. അത് പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഭാഗം തമിഴൻ്റെ ഭാര്യ ഒപ്പിച്ച പണിയാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം എന്തൊരു ലേഡി പോലീസിനെ അടിച്ചിട്ട് ആ പെണ്ണുങ്ങളെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ അവൾ തുറന്നു പറയല്ല, ഇത് സ്റ്റൗ പൊട്ടിയപ്പോൾ അയാൾ വെള്ളം അടിച്ച് രാത്രി തന്നെ നല്ലോണം അടിക്കും. അപ്പോൾ ഭക്ഷണം ആയില്ല, ഞാൻ പറഞ്ഞ ബംഗാളി പൊട്ടിച്ചാന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇത് ചിലപ്പോൾ ഒരു കമ്മ്യൂണൽ റൈറ്റ് എത്തിപ്പോവും. നിങ്ങൾ പോയി ലാത്തി ചാർജ് ചെയ്യും. അപ്പോൾ എന്താവും? ബംഗാളി വേറെ ബംഗാളിലെ കൂട്ടി അടിക്കാൻ വരും, തമിഴനെയും കൂട്ടിക്കൊണ്ടുവരും അല്ലേ. അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ഗുണം എന്താണ്? നിങ്ങളൊരു ലഹള ഉണ്ടാക്കി അല്ലേ. ഉത്തരവ് ഇതാണ്. നിങ്ങൾ എഴുതുന്ന ഉത്തരവും നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന നിങ്ങളുടെ ആശയങ്ങളും നിങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ സിവിൽ സർവീസിൽ വേണ്ടത് വലിയ ബുദ്ധിയുള്ള ആളുകളല്ല, തീരെ ബുദ്ധിയില്ലാത്ത ആളെ അല്ല കേട്ടോ. ഒരു ശരാശരിക്ക് മേലെ ഇൻ്റലിജൻസ് ഉള്ള, ബുദ്ധിയുള്ള,
എന്നാൽ കർമ്മോത്സുകരായ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ താല്പര്യം, ഇത് അണ്ടർലൈൻ ആട്ടോ, പ്രശ്നം പരിഹരിക്കാൻ താല്പര്യവും ആ മാനസികാവസ്ഥയുള്ള ആൾക്ക് മാത്രം സിവിൽ സർവീസ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതും പറയാം. ഇനി മറ്റൊരാൾക്ക് ചുളിൽ കിട്ടിപ്പോയെങ്കിൽ അയാൾ സർവീസിന് ഭാരമാണ്, അയാൾക്ക് തന്നെ ഭാരമായിരിക്കും. അങ്ങനത്തെ കുറേ ആൾക്കാർ നാട്ടിലുണ്ട് അല്ലേ? ആളെ പേര് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഭയങ്കര റാങ്കൊക്കെ വാങ്ങി IAS കിട്ടിയിട്ട് ഒരു പണിയിലെടുക്കാത്ത ആൾക്കാർ കേരളത്തിൽ പോലും ഉണ്ട്. ഇനി ചോദിക്കരുത്. ഞാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചുളൂല് കയറിയ ആൾക്കാരുണ്ടാവും. ഇപ്പം അധികം IAS കിട്ടിയ ആൾക്കാരും നിങ്ങൾ എങ്ങനെ പഠിച്ചത്? हम ऐसे पास किया, अरे 2 हाथ मेरा बाएं हाथ का काम है, मैंने तो UPSC ऐसे निपट लिया. ഇയാൾ ശ്വാസം പൊട്ടി പഠിച്ച മനുഷ്യനായിരിക്കും. 18 മണിക്കൂർ പപ്പടം പൊടിക്കുന്ന പോലെ ഇത് പഠിച്ച മനുഷ്യൻ. പക്ഷേ ആൾ പറയും ഞാൻ അത്ര പഠിച്ചു പറഞ്ഞാൽ എനിക്ക് ബുദ്ധിയില്ലാന്ന് തോന്നിപ്പോണ്ട. ഇതാ हम तो बाएं हाथ में हमने परीक्षा पास किया, अरे ऐसा सवाल पूछा आपने, ऐसा रट लिया, हमने रट मारा. ഇത് കേട്ടാൽ നമ്മൾ പൊട്ടന്മാരും ഇയാളെ പോലെ തന്നെ പൊട്ടൻ ഞാനാന്ന് വിചാരിക്കും. ഇത് നമ്മൾ കടന്നു വരുന്ന വഴിയൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഞാൻ ഭയങ്കര ഗുസ്തിക്കാരെന്ന് പറയുന്ന പോലെയാണ്. ഇത് അങ്ങനല്ല, ഇത് കുറച്ച് പണിയുള്ള പണിയാണ് അല്ലേ? തുറന്നു പറഞ്ഞാൽ ഇതിന് വേണ്ടത് ഹാർഡ് വർക്ക് എന്തായാലും വേണം. ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്ക് വേണം. നിങ്ങളിപ്പം പബാഡ് എടുത്തിട്ട് ഡേവിസൺ, കൂൺസ്, കിങ്സ്ലി ഡേവിസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജേർണൽ, നാട്ടിലുള്ള അമേരിക്കയിലുള്ള എല്ലാ ജേർണലുകളും വായിക്കും. അതുകൊണ്ട് ഇയാൾ എഴുതി ഉത്തരം കാണിച്ചാൽ ഭയങ്കര കട്ട് പേസ്റ്റ് ആക്കി വരുന്നുണ്ടാവും. ഇയാൾ ഉത്തരത്തിൽ കണ്ണൻ ഇങ്ങനെ പറഞ്ഞ്, പൊണ്ണൻ ഇങ്ങനെ പറഞ്ഞ്, മറ്റേ ആളിങ്ങനെ പറഞ്ഞ്, മണ്ണൻ ഇങ്ങനെ പറഞ്ഞ്, പിന്നെ ഇയാളിങ്ങനെ പറഞ്ഞ്, ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ ഇയാൾക്ക് 10 ആൾ പറഞ്ഞിട്ടുണ്ടാവും. UPSCക്ക് വേണ്ടത് ഈ മൊണ്ണന്മാരല്ല, നീ എന്താ പറയുന്നത് നിൽക്കുന്നത്, എനിക്കെന്താ പറയാനില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള സുൽത്താന്മാരെ കൂട്ടിയിട്ട് കാര്യമില്ല. നിനക്ക് തലക്ക് വെളിവുള്ളോന്ന് ഇതിൽ അറിയണ്ട അല്ലേ? അപ്പം നിങ്ങളുടെ ജോലി എന്താണ്? അത് കോഴിക്കോട് കളക്ടർ വെടിവെച്ചിട്ടുണ്ട്, അതല്ല നീ വെടിവെക്കുമെന്ന് അറിയണ്ട അല്ലേ? ഒരു സിറ്റുവേഷൻ വന്നാൽ ഹൗ വിൽ യു റെസ്പോണ്ട്? നിങ്ങൾ ആലോചിക്കുക. ഞാൻ നേരത്തെ തമിഴിനെ വെടിവെച്ച് നമ്മൾ പണി തീർന്നില്ലേ? ഈ കഥ അതാണ്. ഇത് പ്രായോഗികമായ ഒരു പ്രശ്നത്തെ സമചിത്തതയോടെ, എൻ്റെ മലയാളം കുറച്ച് അബദ്ധമാണ്, പക്ഷെ അത്ര മോശമല്ല കേട്ടോ, വിത്ത് എ സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, ബാലൻസ് ഓഫ് മൈൻഡ്, ആൻഡ് വിത്ത് എ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ പ്രോബ്ലം, വേർ ഇസ് ദ പ്രോബ്ലം, ഹൗ ഇറ്റ് കെയിം, ഹൗ കൻ ഐ സോൾവ് ഇറ്റ് അല്ലേ? ഈ ഹൗ കൻ ഐ സോൾവ് എന്നുള്ള ഭയങ്കര ക്രിട്ടിക്കൽ സാധനം. ഇത് സോൾവ് ചെയ്യാൻ ഇത് ആലോചിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തമിഴിനെ വെടിവെക്കും, വീട്ടിൽ തീ കൊടുക്കും, ആലോചിക്കാണ്ട് എന്തും ചെയ്യും. അപ്പോൾ ഇത് പരിഹരിക്കണം. എന്താ നമ്മൾ ചെയ്യുക? പ്രശ്നം നന്നായി പഠിക്കണം അല്ലേ? എന്നാലേ പരിഹാരമാവുള്ളൂ. അല്ലെങ്കിൽ തമിഴത്തിന് നമുക്ക് കിട്ടൂല, നമ്മൾ അണ്ണാച്ചിനെ അടിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ബംഗാളിൻ്റെ തല പൊട്ടിച്ചിട്ടുണ്ടാവും. ഇതാണ് സത്യം. അപ്പം ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ തന്നാൽ അതിനെ പ്രായോഗികമായി പ്രശ്ന പരിഹാരം മനസ്സിൽ കണ്ടുകൊണ്ട് സമചിത്തതയോടെ കാര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനും analysis. When you want to solve the problem, you would analyze the issue with the aptitude to understand it clearly. What is aptitude? How it came about, why there's a problem, and of course, what is the problem, why it came about, what are the reasons or prerequisites which created it, and how you solve the problem, right? So to do that, you have to analyze. You analyze even what. Somebody may say, I'll tell you an example. Yesterday, day before yesterday in Assam and Meghalaya border, in a village, people went to cultivate. So they went into Assam side, because traditionally it used to be done like that. Our people went to the police and they started harvesting the paddy, red rice. It went off very peacefully. We won't believe, I was Home Secretary. Till last week, I'm not Chief Secretary of I'm not the Chief Servant of the state. I was Additional Chief Secretary, Home Police, Political. So that was my job. So many of my people said, no, namakku police, we can send police. Police ne kandal aalkar pedikum, we'll force them. I told DG, no, ma'am, you have to do one thing. Let them be in full attire, inside. Let them be having chest support, guard, everything. So it's your feeling. I mean, maybe you may be wrong, but see, whenever in a difficult situation you take a decision, you err on the cautious side. Abundance of caution always prevents you. Okay. Our police went into Assam, started cultivating. Our people started harvesting. They came back, finishing the harvest. One guy from Assam came with a big dao and attacked a policeman from behind. He would have been killed, but for a little advice from additional CS Home Department, wear your bulletproof jacket inside your dress. If the police got killed, my police would have fired back. Oh, definitely. Okay. And they have a right to do that. If they fire back, a lot of people on the other side of the border would have been killed.
If you kill some people or citizen on the other side, their mass would have come this side and attacked you. It should have recreated a border skirmish and a riot between two states. Clear? Right. So, if your mind correctly, and if you, that's what I said, in a situation where there is possibility of skirmish, attack, violence, you make your decision outweighing the requirement of equipments. You err on the cautious side of abundance, right? You need 10 police, you say, no, you have to send 20. If you don't need bullet, no, carry extra bullet. You need shield, everybody should wear helmet, everybody should carry shield. Not to protect anybody, at least protect this poor policeman who can get killed, right? So this is called analysis. Okay. Apagradhanam is in Malayalam word, I'm sorry for that. I shouldn't have used it, and I apologize for being a bit, it's the flow. I didn't intend to use a word like Shashi Tharoor will speak something, I don't know that. Yeah. It's a kind of flow, but I think I should have used a little simpler word. Now it's clear for you, is it? Yeah. In exam writing is also is equally important that you analyze that. Because, see, what you write, we always think, പരീക്ഷ നമ്മൾ എഴുതി പാസ്സാണ്. ഇത് എഴുതി പാസ്സാനുള്ള പരീക്ഷയല്ല, നമ്മളെ തെളിയിക്കാനുള്ള പരീക്ഷയാണ്. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ അപ്രോച്ച്, നമ്മൾ എങ്ങനെ, ഹൗ ഡു യു അപ്രോച്ച് എ സിറ്റുവേഷൻ, എ പ്രോബ്ലം, ആൻഡ് ഹൗ ഡു യു അപ്രോച്ച് ലൈഫ്. So it requires a bit of critical thinking. It requires a bit of clear application of mind. It requires a serious understanding of the question. Question is situation. Read the question, understand the question thoroughly and clearly. So my question earlier was, now I repeat, now you'll understand why I had asked that. Cow protection in India. I'm sorry, not a political statement, don't count that. It's a historic question I'm asking. Cow protection in India has started subsequent to the sliding, or what do you call, significance of Buddhism failed in the country. Is it true or false? ഗോ സംരക്ഷണം എന്ന ഒരു ആശയം ഇന്ത്യയിൽ ഉണ്ടായത് ബുദ്ധ മതത്തിൻ്റെ അധപ്പതനത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ അശോകൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, അതുപോലെ ബുദ്ധിസ്റ്റ് സാമ്രാജ്യം ഭരിച്ചിരുന്ന ആളുകളുടെ തളർച്ചയോടുകൂടിയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? False. Okay. How many of you say that my statement is false? Please be frank. I've been proven wrong. Good. Yeah. How many of you say it's correct? How many of you think that it's correct? Yeah. You raise it. Nobody. It's also correct, by the way. You are also not wrong. ഈ ഉത്തരം രണ്ടുപേർക്ക് എഴുതാം. നിങ്ങൾക്ക് എഴുതാം, അശോകൻ തോറ്റതുകൂടെ കലിംഗ യുദ്ധം കഴിഞ്ഞ കാലത്ത് തൊട്ട് ഗോസംരക്ഷണം ഒഡീസയിൽ തുടങ്ങി നിങ്ങൾക്ക് വിശ്വസിക്കാം, തെറ്റല്ല. അയാൾ പറഞ്ഞ പോലെ ബുദ്ധ സംസ്കാരം തളർന്നപ്പോഴാണ് ഗോസംരക്ഷണം വന്നെന്ന് പറയാം, അല്ലേ? രണ്ട് ഉത്തരം തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഫിറോസിന് ഈ ഉത്തരത്തിന് 20-ൽ 2 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റായിട്ടല്ല, അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ 4 മാർക്ക് കിട്ടും, അല്ലേ? സത്യമായ ഉത്തരം നിങ്ങൾ രണ്ടുപേരുടെ പൂർണ്ണമായ ഉത്തരമല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബുദ്ധ മതത്തിൻ്റെ അധപതനവും അതിന് കാരണമായത് അധികാരികളുടെ ബുദ്ധമതത്തോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് പറഞ്ഞാലും അതിലേറെ നമ്മളെ ഷെപ്പേർഡ്സ്, അല്ലേ, നമ്മളെ ആളുകൾ അന്നത്തെ പാസ്റ്ററൽ ലൈഫ്, അല്ലേ, ഹിസ്റ്ററിയിൽ നിങ്ങൾ ഹിസ്റ്ററിയൊക്കെ അറിയാം, പാസ്റ്ററൽ ലൈഫ്, പീപ്പിൾ യൂസ് ഗോ ഫ്രം വൺ പ്ലേസ് ടു അതർ. അവരെ കാറ്റിലിനെല്ലാം കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു പോകും, അല്ലേ? ഇടയ സംസ്കാരം എന്നാണ് പറയാം, അല്ലേ? ആളുകൾ ഇങ്ങനെ ആ പശുക്കളി ആടിനെയും കൂട്ടി ഇങ്ങനെ സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ ഒരു സ്ഥലത്ത് വെള്ളമുള്ള സ്ഥലത്ത് പുല്ലുള്ള സ്ഥലത്ത് അവർ നിൽക്കും. അത് കഴിഞ്ഞ് നിങ്ങളെ കൂടി ഇയാളെ പുല്ല് പഠിപ്പിക്കാനാണോ വന്നത്? അല്ലേട്ടോ, ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. I'm sorry, I'm not come to teach you, but I want to sort of instigate something in your mind so that you understand how to approach a question and how to write an answer, how to approach civil service exam. It may be little more than what you really want, but always better be cautious and be abundant in what you do. Then you don't regret, okay? Right. Nalla pullum, abundance of water and green grass. People go, they stop in there. When the people started moving fast and wide, they started settling in places. When they get a valley, better place, larger place, more water, better water body, they started settling it. That's called settled agriculture. When settled agriculture came in, there were no tractors, there were no mechanical devices to cultivate and use for cultivation.
what was required is cattle. Settled agriculture was one of the important raison d'etre for, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, preventing cattle slaughter. Because those were inevitable for sustaining agriculture and that too in a settled agriculture. Does it make sense? തോന്നുന്നുണ്ട് ശരിയാന്ന്? നല്ല ശരിയാന്ന് തോന്നില്ലേ? നമ്മൾ ആലോചിച്ചതിനപ്പുറം ശരിയാന്ന് തോന്നില്ലേ? ഇങ്ങനെ ഉത്തരം വായിക്കുന്നവനും കുറച്ച് നിങ്ങളെപ്പറ്റി മതിപ്പുണ്ടാവും തോന്നില്ലേ? ദ പോയിന്റ് ഈസ്, എല്ലാ ഉത്തരത്തിലും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും, ദ ഡെപ്ത് ആൻഡ് ദ വിഡ്ത്ത് ആൻഡ് ദ സോർട്ട് ഓഫ് answer has its own depth, its own volume, its own details, right? So when you have that, നമ്മൾ ഉത്തരം എഴുതിയവന് നല്ല സന്തോഷമുണ്ടോ, ഞാൻ നന്നായിട്ട് എഴുതി. അപ്പോൾ ഗോവധ നിയന്ത്രണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്ത് കാരണവും പറയാം. നമ്മൾ ആദ്യം പറയുന്ന കാരണം എന്തായിരിക്കും? ഹിംസയെ നിയന്ത്രിക്കുന്ന ബുദ്ധമത വിശ്വാസികളുടെ സാമൂഹ്യ ആധിക്യം കുറഞ്ഞു വന്നു, അല്ലേ? ബുദ്ധമതത്തെ പരിപോഷിപ്പിച്ചിരുന്ന രാജാക്കന്മാർക്ക് അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങി ആയേക്കാം. ഏർലി വേദിക് പീരീഡിലുള്ള വേദ പണ്ഡിതന്മാർക്ക് ഈ ബുദ്ധമതം നമ്മളെ കച്ചവടം പോകുന്നത് ഏകദേശം മനസ്സിലായി. കാരണം യാഗവും, അല്ലേ, അന്നത്തെ കാലം ഇത് മതമായിട്ട് കാണുന്നത്, ഇത് ഹിസ്റ്ററി. ലെറ്റ്സ് നോട്ട്, ബൈ ദ വേ, ഐ എം നോട്ട് റിലീജിയസ്, ഓക്കെ, ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. ഐ ബിലീവ് ഇൻ ഹ്യൂമനിസം. ഐ ബോൺ ആസ് എ മുസ്ലിം. I understand Islam philosophy quite well, to the extent that I believe so long as your religion and your religious understanding is based on humanism, it has value. If it's not, either you are valueless or your religious dogma is differently valueless. Believe in that. Okay. If you are a Muslim, what are the ilms, right? I hope you understand. Most of our people follow religion without even understanding the core of the religion. നമ്മൾ ഈ ചമയങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഭക്തന്മാർ, അതിഭക്തന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ മണ്ടന്മാരാണ്, വെളിവില്ലാത്ത ആളുകളാണ്. ശരിയാണോന്ന് തർക്കിക്കണ്ട നമ്മളോട്. ഞാൻ തെളിയിക്കാം. മീൻസ് അതിഭക്തൻ, ഞാൻ പറഞ്ഞ കാര്യം, അതിഭക്തൻ എന്നുള്ള വാക്ക് I use it very carefully. I don't subscribe to any particular ideology. Because I'm born as a Muslim. Islam is a religion. The origin of Islamic word is silm. I hope you know that. If you don't know, please understand. It's a very interesting and very beautiful word. Silm or silma. It's Arabic. We call dhatu. The root of Islam is silm. It's actually peace, right? So Islam is peace. Then none of Muslims should create any problem, isn't it? They should not do rash driving. They should not give gali in public. They should not jump the queue, right? Am I right? They are, yeah. There we go. So just take our attributes in life and how to behave. Am I a real Muslim? Many a time you find an answer which is very negative, right? If I'm not good to my neighbor, if I'm causing attrition in my office or creating bad tempers or skirmishes in my society whom I interact, am I a good Muslim? Am I a good human being? I'm not. Is it? Oh, many people are saying no. Okay. So if I ask the basic principle of Islam, since I started saying that, I'll just complete with that. The Sufism is a beautiful version of Islam, whether you know it, because Islam has Salafism, Islam has different school of thought, and Shafis, Hanafis, different, Ismailis. But Sufism is one of the most beautiful, poetic, philosophic, nazuk, and I would say that one of the most beautiful expression of Islam. They said the foundations of Islam is based on Islam, that is peace, Iman, right? We learn what is Iman. Iman is, we call Vishwasam, right? It's not. Iman, the word is from Amn, okay? That is Suraksha. Okay. If you are a Muslim or religious person, I'm not saying Muslim, if you are a religious person, to that say, or Muslim, you should be secure yourself, you should be securing your neighbor, you should be securing anybody around you who may be a Muslim, or maybe Hindu or a Jew, right? I'm sorry, not contextual to what's happening in Palestine. Okay. What I'm saying is, so don't attribute, I hope I made myself very clear. My understanding of Islam is not
superficial. So when we say salam, I mean, even take Islam like, he don't belong to my group, my caste. This is Wahhabi, this is X, Y. You don't salam to others. Such a stupidity. Just imagine, yeah. The Nabi Sallallahu Alaihi Wasallam doesn't teach you to say not salam to others, yeah. You go to Arabia, everybody says salam to each other, whether you're a Hindu, Muslim, Christian, or whatever, because it's a blessing of peace, right? Okay. Now we'll come back to civil service. Okay, but since I made a comment, I could make out that maybe I'm crossing the limit in a religious context. So where were we? Answering questions with clarity, depth, bit of latitude to understand, and maybe with an element of creativity. Because all are Alexanders, right? All have repertoire, all have good muscles, they all prepare as good as you. It is that element of innovation, creativity in your answer, which make your answer impressive, more scoring, right? Did I hurt anybody's sentiment? I can feel a bit of a tempo going down. It's okay. I said truth, which I believe true. You can accept it, you can deny or decline it. So each question, what you need to do is, don't jump and answer, especially mains. Because നമ്മുടെ ഉത്തര കടലാസ് നമ്മുടെ മുഖാന്ന് ആലോചിക്കുക. അതെങ്ങനെയുണ്ടോ? നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ല, മറ്റേ ഐലൈനർ ഇടുമല്ലേ, ഭാര്യ ഇടുമല്ലോ അല്ലേ, മൂക്കിനോട് ഐലൈനർ ഇടുമല്ലോ, നമ്മൾ കൃത്യമായിട്ട് അത് മോശമായപ്പോൾ ഇങ്ങനെ തുടക്കും അല്ലേ, അത് സ്പിരിറ്റ് ഇട്ട് തുടക്കും, എല്ലാം തുടച്ച് രണ്ടാമത് ഇടും അല്ലേ. ലിപ്സ്റ്റിക് ഇടുന്ന ആളാണെങ്കിൽ ലിപ്സ്റ്റിക് മൂക്കിനിടില്ലല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ മുഖമാണ് ഉത്തരം എന്ന് ആലോചിച്ചാൽ ഉത്തര കടലാസ് നല്ല വൃത്തി ഉണ്ടാവണം അല്ലേ, നന്നായിട്ട് എഴുതണം അല്ലേ. നമ്മുടെ മുഖത്ത് നമ്മളിങ്ങനെ കോപ്പറേറ്റ് കാണിക്കുമല്ലോ. അപ്പോൾ എഴുതുന്ന പരീക്ഷ പോലെ തന്നെ നമ്മുടെ ഉത്തര കടലാസിൻ്റെ വെടിപ്പും വൃത്തിയും, എനിക്ക് നിങ്ങളെ പോലും മലയാളം പറയുമ്പോൾ പേടിയായി തുടങ്ങി, അതിൻ്റെ ആകാരവും ഭംഗിയും ചിത്രത്തിലല്ല, നമ്മൾ എഴുതുന്ന ഉത്തരത്തിൽ, നമ്മുടെ കൈയക്ഷരത്തിലാണെങ്കിലും നമ്മൾ എഴുതിയ രീതിയിലാണെങ്കിലും ഉണ്ടായാൽ ഈ കാണുന്നതിന് ആദ്യം കാണുമ്പോൾ അയാൾക്കൊരു സ്വബയ്ക്ക് ബാങ്ക് കേട്ടൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കാണും, അയ്യോ ചങ്ങ ഇത് മുഴുവൻ വൃത്തികേട്, വെട്ടെന്ന് എഴുതി അത് വെട്ടിയിട്ട്, ഇപ്പോൾ ഇവനെ IAS കിട്ടിയപ്പോൾ കുറേ ആൾ വെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന റിഫ്ലെക്സീവ്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. So answer should be the best answer you should write first. That means you have created the impression that, okay, this guy is good. He knows the subject. He presented it well. So answer the best answer first. That's one. And that answer, how do you write the answer? That's where innovation. My point is, the way you write answer makes whether you write a brilliant answer, correct answer, average answer, and a poor answer. The brilliant answer needs a brilliant touch. It's like a painting of maybe M.F. Hussain, whichever way you look at. See, your answers are as good as your creativity. So, the psychology. There was a question when I wrote the exam. Yeah, loss of memory, cause and consequences. ഓർമ്മ ശക്തി മറവി, അതിൻ്റെ കാരണങ്ങളും പരിണിത ഫലങ്ങളും. ഇത് എഴുതാൻ വേണ്ടി ആർക്കും IAS ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഏത് പൊട്ടനും എഴുതാവുന്ന ഉത്തരമാണ്, ആർക്കും. ഇതിൽ സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങളിപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെ കുട്ടി, എൻ്റെ മോളെ 5ാം ക്ലാസ്സിലെ കുട്ടിയെ വിളിച്ചിട്ട് മോളെ എങ്ങനെ മറന്നു പോവുക? ടീച്ചർ കലമ്പിയാൽ മറന്നു പോവും, അച്ഛൻ അടക്ക് പറഞ്ഞാൽ മറന്നു പോവും, പഠിച്ചില്ലെങ്കിൽ മറന്നു പോവും അല്ലേ, പഠിക്കുന്നിടയിൽ കളിച്ചാൽ മറന്നു പോവും അല്ലേ, ഓർമ്മിച്ചില്ലേ മറന്നു പോവും. ഇപ്പോൾ ഓർമ്മശക്തി, ഓർമ്മക്കുറവ്, അതിൻ്റെ കാരണവും ഫലവും. ഇത് എഴുതാൻ നിങ്ങളൊരു പുസ്തകവും വായിക്കട്ടെ അല്ലേ. വേണോ? നിങ്ങൾക്ക് 5 ദിവസം പറയാൻ പറ്റില്ലേ? അപ്പം ഇത് ആർക്കും ഉത്തരം എഴുതുന്ന ചോദ്യം ഒരിക്കലും UPSC ചോദിക്കില്ല. ചോദ്യം ലളിതാണ്, പക്ഷേ ആരാണിത് ബ്രില്യൻ്റ് ആൻസർ പറയുന്നത് UPSCക്ക് അറിയേണ്ടത്. ആ ബ്രില്യൻസ് ആണ് നിങ്ങൾ ഉത്തരത്തിൽ കാണിക്കുക. അപ്പം ഞാൻ ആകെ ചെയ്ത് പറഞ്ഞാൽ, ഞാനൊരു കമ്പ്യൂട്ടർ, കാരണം പൊതുവെ ഈ സോഷ്യോളജി സൈക്കോളജിയെല്ലാം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ആദ്യം ഉണ്ടാകുന്നത് എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ, സോഷ്യോളജി ഈസ് എ സയൻസ്. വൈ? ഇറ്റ് ഫോളോസ് റിസർച്ച് പ്രാക്ടീസസ്, ഇറ്റ് ഡസ് ഫലാന ഡിംകാന. സൈക്കോളജി ഈസ് സയൻസ്. വൈ? മാത്സിൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവില്ല എവിടെയെങ്കിലും മാത്സ് സയൻസ് ഇല്ലല്ല, ഉണ്ടാവും. ഈ മല്ലന്മാർ ഞാൻ മല്ലന്മാരാന്ന് പറയില്ല, മാമുക്കോയ അല്ലെങ്കിൽ ഇന്ദ്രൻ സെങ്കിലും മല്ലനാന്ന് പറയില്ല. ഹെറാലംബോസ്, കിങ്സ്ലി ഡേവിസ്, ദ ബേസിക് ടെക്സ്റ്റ് ബുക്സ് ഇൻ sociology. Read that. The basic books you should read, then only you will have an understanding of the subject. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒറ്റ നോട്ട്, ഞാൻ വെയിറ്റിൻ്റെ നോട്ട് മാത്രം വായിച്ചിട്ട് പാസ്. ഇതൊക്കെ ചുമ്മാ ചാമ്പണാണ്. ഇനി പാസ്സായിട്ടെങ്കിൽ ഇൻവിജിലേറ്റർ മണ്ടന്മാരാണ്. ഇവനെ IAS വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം
ഒരു പഠിച്ച വിഷയത്തിൻ്റെ അടിസ്ഥാന പുസ്തകം വായിക്കാണ്ട് വന്നവനെ കൊണ്ട് IAS വലിയ കാര്യം. ഇയാൾ ചങ്ങായി ഒന്നും ജീവിതത്തിൽ ഒന്നും വായിക്കുകയും ചെയ്യില്ല. ഇയാൾ മിക്കവാറും ഒരു മണ്ടലി പോലെ കിടക്കും അവിടെ. മനസ്സിലായില്ലേ? ഒന്നിക്ക് കൈക്കൂലി വാങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്ത പണിക്കൊക്കെ അബദ്ധം ഉണ്ടാവും. ചെയ്യുന്ന കാര്യം വെടുപ്പായി ചെന്നാക്കാണ് ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നോട്ടുകൾ വായിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് വിഷയം എടുത്താലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു 5-6 പുസ്തകം, അത് കുറച്ച് കൂടുതലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 നിങ്ങൾ വായിക്കണം മക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ അബദ്ധവശാൽ IAS വന്ന് നമുക്കൊക്കെ പണിയായി പോകും. ഞാൻ പറഞ്ഞു വന്നത് ഏത് വിഷയമാണ്. ഞാൻ മലയാളം എടുത്താലും മലയാളത്തിൻ്റെ നോട്ട്സ് വായിച്ച് പാസ്സാവെന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ അഗ്രി. കൈരളിയുടെ കഥ, ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് മലയാളം ലിറ്ററേച്ചർ അല്ലേ? അറിയാം, വായിച്ചിട്ടുണ്ടോ? കൈരളിയുടെ കഥ നിർബന്ധമായും വായിക്കണം. മനോഹരമായ ചെറിയ പുസ്തകമാണത്. എങ്ങനെ മലയാള ഭാഷ ഉണ്ടായി, ചെന്തമിഴിൽ നിന്നും മലയാളത്തിലേക്കുള്ള അതിമനോഹരമായ യാത്ര. മണിപ്രവാളം ഉണ്ടായതെങ്ങനെ, അത് സംസ്കൃതവും തമിഴും ചേർന്ന് മണിപ്രവാളം അല്ലേ? പവിഴവും മുത്തും ചേരുന്നൊരു മനോഹരമായ അവസ്ഥ അല്ലേ? ഇത് വായിച്ച് കിട്ടുമ്പോഴുള്ള നല്ലൊരു സന്തോഷം, അത് നമുക്ക് എഴുതാൻ പറ്റുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നൊരു ഒരു എഴുതുന്ന ക്രിയേറ്റിവിറ്റി. ഇതല്ലാതെ ഏത് നോട്ട് പഠിച്ചിട്ടും നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റുന്നത് എനിക്കറിയില്ല, എനിക്ക് ഫലിച്ചില്ല, ചിലവർക്ക് ഫലിക്കുമായിരിക്കും. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായ നല്ല എല്ലാ വിഷയത്തിലും ബെസ്റ്റ് ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. സൈക്കോളജി, മോർഗൻ ആൻഡ് കെ, ടാറ്റ മെഗ്രലിൻ്റെ വില കുറഞ്ഞ പുസ്തകമാണ്. പക്ഷെ അത് വായിച്ചാൽ സൈക്കോളജിയുടെ മൊത്തം കോൺസെപ്റ്റ് ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടും. അത് ഏർലി സൈക്കോളജി, ബയോളജി ഓഫ് ബിഹേവിയർ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ലേണിംഗ്, ഈ ചാപ്റ്റർ അബ്നോർമൽ സൈക്കോളജി വരെ. നിങ്ങൾ മിടുക്കരാണെങ്കിൽ ഇതിന് പുറമേ വായിക്കാം. ഞാൻ സൈക്കോളജി 28 പുസ്തകം വായിച്ചു. ബടായി പറയുന്നല്ല, 28 മുഴുവൻ വായിച്ചിട്ടുമില്ല. ഞാൻ വായിക്കൽ അറബി വായിക്കും പോലെ. അടിസ്ഥാനപരമായ പുസ്തകം 1-2 നന്നായി വായിക്കാം. അത് നമ്മൾ ഗഹനമായി വായിക്കുന്നു, അത് കവർ ടു കവർ. ഞാൻ കിങ്സ്ലി ഡേവിസ് ഒരു പേജ് പോലും വിട്ടിട്ടില്ല. ആ ഒരു പുസ്തകം ഞാൻ കരണ്ടി എന്ന് വേണം പറയാം. മറ്റ് പുസ്തകങ്ങൾ ഐ നെവർ റെഡ് ദ ചാപ്റ്റേഴ്സ്. ഐ ടുക്ക് കഴിഞ്ഞ 15 വർഷത്തെ ചോദ്യങ്ങൾ ഞാൻ എടുത്തു. ആ വിഷയത്തിൽ വന്ന ആ ചോദ്യങ്ങൾ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ ഞാൻ റെഡായി മാർക്ക്. ഇയാളോട് നമുക്ക് കളിക്കാൻ പറ്റും, എന്തായാലും പഠിച്ചേ പറ്റും. 75% വർഷങ്ങൾ 15 വർഷം 75% വന്ന ചോദ്യങ്ങൾ വന്നതാണെങ്കിൽ അയാളെ നമ്മൾ ഓറഞ്ചാക്കി വെക്കും. ഇയാളോടും അധികം തൊട്ട് കളിക്കരുത്. 50% വന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് യെല്ലോ, നിങ്ങളെ കളർ കോഡ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, യെല്ലോ വരെ ആക്കുക. 25% വന്നാൽ നിങ്ങൾക്ക് യു ക്യാൻ ബി പ്ലേയിങ് വിത്ത് ദാറ്റ്, ഇറ്റ് ക്യാൻ ബി ഗ്രീൻ ഓർ ബ്ലൂ. 10% വന്നിട്ടില്ലെങ്കിൽ ഈ ചങ്ങായിക്ക് വേണ്ടി നമ്മൾ വെറുതെ സമയം കളയണ്ട അല്ലേ? ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കി, UPSC എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ആളൊന്നുമല്ല കേട്ടോ, നമ്മളെപ്പോലത്തുള്ള ബുദ്ധി അവർക്കുള്ളൂ. അപ്പോൾ ചില ചാപ്റ്റേഴ്സ് അവരെല്ലാ കൊല്ലവും ചോദിക്കും. കാരണം അത് വരുന്ന ഈ വിഷയത്തിൻ്റെ കാതൽ ഇതാണ് അല്ലേ? അതുണ്ടാവില്ലേ? ചില വിഷയങ്ങൾ അബ്നോർമൽ സൈക്കോളജിയിൽ എന്തായാലും ചോദ്യം ഉണ്ടാവും. മലയാളത്തിലാണെങ്കിൽ ആധുനിക കവിത്രയം അല്ലേ, ആശാനുള്ളൂർ വള്ളത്തോൾ, എന്തൊക്കെ ചോദ്യം. അത് ചോദ്യങ്ങൾ ആവർത്തിക്കില്ല, ആ ഭാഗത്തൊരു ചോദ്യം ഉണ്ടാവും. ഇതുപോലെ ഓരോ വിഷയം, ഇപ്പം സൈക്കോളജിയെ കുറിച്ച് കൃത്യമായിട്ട് പറയാം. എഡ്യൂക്കേഷൻ സൈക്കോളജി ചോദ്യം മിക്കവാറും ഉണ്ടാവും, അബ്നോർമൽ സൈക്കോളജി ചോദ്യം ഉണ്ടാവും, പേഴ്സണാലിറ്റി ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, മോട്ടിവേഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഒരു ചോദ്യം ഉണ്ടാവും. എന്ത് ചോദ്യം എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായി? അപ്പോൾ ഈ അധ്യായങ്ങളെ, ഈ ചാപ്റ്റേഴ്സ് ആ ഇന്നോവേറ്റബിൾ. അപ്പോൾ ഇന്നോവേറ്റബിൾ ആണ്. നമ്മൾ എങ്ങനെ വായിക്കണം? ഗൈഡ് വായിക്കാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഒരു വിഷയത്തെ മറ്റൊരാൾ മനസ്സിലാക്കി നമുക്ക് പകർന്നു അല്ലേ, നമ്മളതല്ല അറിവ്. ഒരാൾ എഴുതിയ നോട്ട് വായിച്ചാൽ പൂർണ്ണമായിട്ട് നമ്മുടെ നോട്ടാവുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഒരുപാട് വായിക്കുകയും അത് തന്നെ തിരിച്ചാലോചിക്കുമ്പം അത് ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കും, സ്റ്റിമുലേറ്റ്. ഇറ്റ് ഡസ് സ്റ്റിമുലേറ്റ് യുവർ ബ്രെയിൻ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വായിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് നല്ല മെമ്മറി ഉണ്ട് പറഞ്ഞത്. കാരണം അത് ഒന്നുകൂടെ ആവർത്തിക്കും. അത് when you repeat it, it reiterates your brain, it sort of stamps in your brain, and അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ അത് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല ആശയം തരും. നിങ്ങളുടെ ബുദ്ധി ഇത്ര മോശമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത്ര മോശമായി പോകുന്നതാണ് കേട്ടോ. സി, ഹ്യൂമൻ ബ്രെയിൻ ഈസ് അമേസിങ്, മിസ്റ്റീരിയസ്, മാർവലസ് സ്ട്രക്ചർ. അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ശതമാനം പറയാൻ പറ്റുമോ? The most brilliant guys didn't use even more than 12 to 12.5%. ഓക്കെ, സോ നമ്മളെ പോലെ ആൾക്കാർ ഇപ്പോൾ 2%, നമ്മളെ ബുദ്ധിയൊക്കെ ഇയാളെന്ത് പണ്ടാരൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. ഇയാൾ ഈ വാട്സപ്പ് തന്നെ പഠിച്ച് ഇങ്ങനെ കരിചീരൊക്കെ മുഖത്ത് വെച്ചാൽ കരിഷ്മ കപൂർ രാവിലെ കരിചീരം തേക്കും, വൈകുന്നേരം ആലുവേരെ അടിഭാഗത്ത് തേക്കും അല്ലേ. ഭയങ്കര ബുദ്ധിയാണ് നമുക്കൊക്കെ. ബുദ്ധി വളരാൻ വേണ്ടി തലയിൽ ഉപ്പ് വെച്ച് നോക്കും,
അതിനൊന്നും ആവശ്യമില്ല, നമ്മുടെ തലയ്ക്കാണ് ഉപ്പ് കുറവ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതോടെ നമ്മളെല്ലാവരും പറയും എനിക്ക് ഭയങ്കര ഓർമ്മശക്തി കുറവാണ്, അധികാലം എനിക്ക് പഠിക്കാനെന്ന് ഭയങ്കര ഓർമ്മശക്തി കുറവാണ്. ഓർമ്മശക്തി കുറവാണ് എന്ന് പറയുന്നവർക്ക് ഓർമ്മശക്തി കുറയൂട്ടോ, അതാദ്യം മനസ്സിലാക്കുക. ഇറ്റ്സ് കോൾഡ് ഓട്ടോ സജഷൻ. നമ്മൾ രക്ഷിതാക്കളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയാതെ നമുക്ക് ഇല്ല എന്ന് പറയുന്നത് നമ്മളിൽ നിന്നില്ലാതാവും. തോന്നുന്നുണ്ടോ? നിങ്ങൾ വീട്ടിൽ നോക്കുക, ഒരു ഉമ്മ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് മോനോട് ഇവൻ പൊട്ടനാണ് അയാൾ അറിയാതെ പൊട്ടനാവട്ടോ. ഇപ്പം നമ്മളെ മക്കൾ എൻ്റെ മോൻ ഭയങ്കര മിടുക്കനാണ് എന്ന് ബടായി പറയുന്ന കുറേ ആൾക്കാരിന് മണ്ടന്മാരായ മക്കളെ പറ്റി പോലും, എന്നാലും ഇടയ്ക്കിടെ നല്ലവനാണ് മിടുക്കനാണെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു ഇമേജ്, ദേ മേക്ക് സോർട്ട് ഓഫ് എ ക്രിയേറ്റീവ് പിക്ചർ ഇൻ ദം ദാറ്റ് ദേ ആർ ബ്രില്യൻറ്റ്, ദേ ആർ ബ്രൈറ്റ്, ദേ ആർ കേപ്പബിൾ. അവിടെയാണ് പോസിറ്റീവ് വൈബ്സ് ആളുകൾക്ക് ഗുണം ചെയ്തു. ഇപ്പം നിങ്ങളിങ്ങനെ എന്ത് പണ്ടാരം വീട്ടിൽ നിന്ന് ആൾക്കാരെ അടിച്ചിറക്കി IAS പഠിക്കാൻ വേണ്ടി അക്കാഡമിയിലേക്ക് അയച്ചെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കൊന്നും ഗുണം പിടിക്കില്ല. നിങ്ങൾ സ്വയം ആലോചിക്കുക, എനിക്ക് ഈ കാര്യത്തിൽ ഇറങ്ങണം, പടച്ചട്ട അണിയണം, പടം പോരണം, അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ അതിലേക്ക് ഇറങ്ങി ചെല്ലണം, അത് പടം പൊരുതി തോറ്റാലും അതിൻ്റെ അവസാന ഇതുവരെ ഞാൻ പോരാടും, ജയിക്കുമെന്ന് ആലോചിച്ചാലേ നിങ്ങൾക്കൊക്കെ ജയിക്കാനുള്ളതിൻ്റെ ഊർജ്ജം ഉണ്ടാവുള്ളൂ. അതല്ലാതെ വീട്ടിൽ നിന്ന് തള്ളി പറഞ്ഞയച്ചു, മാസം പൈസ അയക്കുന്നതിന് എങ്ങനെയും തട്ടിപ്പിടിച്ച് ഒരു പ്രിലിം വരെ ഗുസ്തി പിടിച്ച് പ്രിലിം കടന്നിട്ട് നമുക്ക് തിരിച്ചു പോയി കല്യാണം കഴിക്കണം ആലോചിക്കുന്നവർ നേരത്തെ പോയി കല്യാണം കഴിക്കുക, അതാണ് നല്ലത്. So you need that energy, you need that determination, you need that perseverance, and ultimately you need that fire in your belly. That the best thing is dream about what you want to become. ഇടയ്ക്കൊന്ന് സ്വപ്നം കാണാം, ദിവാസ് സ്വപ്നങ്ങൾ. സ്വപ്നം കാണാത്ത ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല സ്വപ്നം കാണും, ഞാൻ നാളെ സിവിൽ സർവീസ് കിട്ടിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും, എന്താ കുഴപ്പമുണ്ടോ? സ്വപ്നം കാണാൻ പൈസ കൊടുക്കണ്ടല്ലോ, പരീക്ഷയും പാസ്സാവണ്ടല്ലോ. പക്ഷേ ഈ സ്വപ്നം നിങ്ങൾക്കൊരു ഊർജ്ജമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആലോചിക്കുക, സ്വന്തം പേര് വെച്ച് എനിക്ക് നന്നായി പഠിക്കാൻ പറ്റും, ഇന്നലെ പഠിച്ച കൂടുതൽ ഞാൻ പഠിക്കും. ഇത് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് തന്നെ ഒരു ഊർജ്ജമാണ്. നമ്മൾ ആദ്യം പഠിച്ചോനെ ഇനിയും കുറേ പഠിക്കാനുള്ള പണ്ടാരിത്, നിങ്ങൾ സ്വയം പണ്ടാരം അടങ്ങിപ്പോവും. ദിസ് ഇസ് കോൾഡ് ഓട്ടോ റെഗുലേഷൻ. സോ ദ സംതിങ് ഓട്ടോ സജഷൻ which improves your memory, your capacity, your cognition, നമ്മുടെ ചിന്താശക്തി, and it also makes you a better person, right? അത് വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കേണ്ട, സ്വന്തം പറഞ്ഞാലും മതി. അത് ബടായിയായിട്ട് നാടുകൊണ്ട് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വട്ടാന്ന് പറയും. അപ്പോൾ നമ്മളിത് ഓട്ടോ സജഷൻ പറയുകയും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുകയും ഒരേ സമയത്ത് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ലേറ്റായി പഠിക്കുന്ന ആളുണ്ടാവും. ലേറ്റ് ഹോബി, ഞാൻ നേരത്തെ എഴുന്നേക്കും. I can't, I do pray, though I mentioned earlier that I'm not too religious. 4:30 I come up, wake up by tahajjud. But that's the best time. If you can do that, this is called golden hour in learning. ഇത് നമ്മൾ മാത്രമല്ല, എല്ലാ നല്ല ബുദ്ധിയുള്ള ആളുകളും ലോകത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയ ആളുകളൊക്കെ they're all early birds. അല്ലേ? നിങ്ങളിൽ അതിൻ്റെ പേരില്ലേ, what you call that? ബ്രഹ്മമുഹൂർത്തം. Say that, no? ശരിക്കും പറഞ്ഞാൽ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു പുതിയ മേഖല നിങ്ങൾക്ക് തുറക്കണ ഏറ്റവും നല്ല സമയം അതിരാവിലെയാണ്. ആ പ്രഭാതത്തിൽ ഹിന്ദു വിശ്വാസത്തിലെ ബ്രഹ്മമുഹൂർത്തമാണ്. മുസ്ലിം ഇതിലും അതിന് നല്ലൊരു പേര്, എനിക്ക് അത്രമാത്രം അറിവൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങളൊരു 3 അങ്ങനെ ശീലമില്ലാത്തവർ അങ്ങനെ നാളെ എഴുന്നേറ്റത് നിങ്ങളെ വീട്ടിൽ നിന്ന് ചീത്ത പറയാനാക്കരുത്. പക്ഷേ ആവുന്നതും അതിരാവിലെ, കാരണം നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം നല്ലൊരു ക്ലീൻ സ്ലേറ്റിലാണ് നമ്മൾ തുടങ്ങും. അപ്പം നല്ല ഇൻടേക്ക് ഉണ്ടാവും, ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോകാൻ പറ്റും. ഇതെനിക്ക് ഫലിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഫലിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇനി എങ്ങനെയായാലും ഒരേ സമയത്ത് യു ഹാവ് എ ബയോളജിക്കൽ ക്ലോക്ക്, അല്ലേ? അറിഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാ കാര്യത്തിനും നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. നമ്മളിങ്ങനെ ഈ കുറേ മന്തിയും ബിരിയാണിയും കോഴിയിറച്ചിയും കോഴിക്കാലും ഒക്കെ കഴിച്ച് നടക്കുന്നത് വെച്ചാൽ നമ്മളെ ബോഡി ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഇറ്റ്സ് എ ബയോളജിക്കലി ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹ്യൂമൻ ബോഡി ഇസ് എ മിറക്കിൾ. ഓക്കെ, എനി ബോഡി ദാറ്റ് വേ, ബട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ക്ലോക്ക്, ഇറ്റ്സ് ഓൺ ഡൈനമിക്സ്, ഇറ്റ്സ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരേ സമയം പഠിക്കുക, ഒരേ സ്ഥലത്ത് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ കുറിച്ച് വെക്കുക. ഇറ്റ്സ് കോൾഡ് പെഗ്ഗിങ്. ഞാനൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല. ഒരു പുസ്തകം പഠിച്ചാൽ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പഠിച്ചെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ മനസ്സിലായോന്ന് ചോദിക്കുക, അല്ലേ? മാഷന്മാർ, നല്ല വിവരമുള്ള മാഷന്മാർ എന്താ ചോദിക്കുക, നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ്, അല്ലേ? തലച്ചോറിലായോ എന്ന് ചോദിക്കാറില്ല, അല്ലേ? ഈ മനസ്സിലാക്കലാണ് ശരിയായി, അല്ലേ? അക്വിസിഷൻ ഓഫ് നോളജ് ഈസ് ഇൻഫർമേഷൻ. നമ്മൾ വാട്സപ്പ് കിട്ടുന്ന എന്താണ്? അതൊക്കെ ഇൻഫർമേഷനാണ്.
പകുതിയും ചവറാണ് അല്ലേ. നമ്മൾ ആ കിട്ടിയ അറിവിനെ നമ്മൾ ഒന്ന് ചെകഞ്ഞു നോക്കുമ്പോഴാണ് ദാറ്റ് ഇസ് ഇൻ്റർപ്രിട്ടേഷൻ. എന്തുകൊണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് ഈ അറിവ് എന്നുള്ളത് അല്ലേ. പിന്നെ ആ അറിവിൻ്റെ ആവശ്യം എന്താ നമ്മൾ പഠിക്കുക, വി ക്രിട്ടിക്, വി ഡു എ ക്രിറ്റിസിസം ഓഫ് ആർ ഓൺ. ഞാൻ പഠിച്ച ശരിയാണോ? അപ്പോൾ നമ്മൾ അനാലിസിസ് ആയി അപ്പം തന്നെ. വെൻ യു ലേൺ, വെൻ യു റീലേൺ, വെൻ യു ഇൻറ്റർപ്രറ്റ് യുവർ നോളജ്, ഇറ്റ് ബിക്കംസ് നിങ്ങളെ മനസ്സിലെത്തും. അപ്പോൾ അത് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം അറിയാതെ തന്നെ പറയാൻ പറ്റും. അപ്പോഴാണ് ഈ ബൈ ഹാർട്ട് പഠിക്കുന്ന ആളുകളും ബൈ മൈൻഡ് പഠിക്കുന്ന ആളുകളും വ്യത്യാസം. മനസ്സിലാവുന്നതും ഹൃദിസ്ഥമാക്കും അല്ലേ. മുഖസ്ഥമാണ് ഇൻഫർമേഷൻ, ഹൃദിസ്ഥമാണ് നമ്മൾ മനസ്സിലാക്കൽ. ഉത്തരം ഏത് തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര കാര്യം. എനിക്ക് കുറേ ചോദ്യമുണ്ട് മലയാളത്തിൽ. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും അലക്സാണ്ടർ ആയത് കാരണം ഏത് യുദ്ധമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മനസ്സിലാവണം അല്ലേ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യുദ്ധം ഡാരയാണെങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലേ. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിൽ അലക്സാണ്ടറെ തോൽപ്പിച്ച് ചെറുത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവിടെയാണെങ്കിൽ അലക്സാണ്ടർ തൂക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യുദ്ധവും നിങ്ങൾക്ക് അനുകൂലമാവണം, അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ തോറ്റുപോകും. അതുപോലെയാണ് ഉത്തരങ്ങൾ. 9-ൽ 6 എഴുതുന്നത് നിങ്ങൾ എടുത്ത 5 എണ്ണം നല്ലതും 6ാമത്തെ അബദ്ധമാണെങ്കിൽ നിങ്ങളുടെ യുദ്ധത്തിൽ തിരിച്ച് അലക്സാണ്ടർ പോകില്ല കേട്ടോ, ഇവിടെ തന്നെ ചത്തുപോകും. അപ്പം അതില്ലാതെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ ഓഫ് ആൻസർ, എ ക്വസ്റ്റ്യൻ ടു ആൻസർ ഓൾസോ ഡിസൈഡ്സ് വെദർ യു മേക്ക് ഇൻ ടു IAS ഓർ യു ഗോ ടു ലോവർ സർവീസ്. അത് പിക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കില്ലാണ്. നമുക്കറിയാവുന്ന ഏറ്റവും ഭംഗിയായും ഏറ്റവും പൂർണ്ണമായും ഏറ്റവും ആകർഷകമായും എഴുതാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള 6 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരവ്. അതിലേറ്റവും നല്ലത് ആദ്യം എഴുതുക, ബാക്കിയുള്ളതും അതിനോട് ചേർത്ത് എഴുതാൻ പഠിക്കുക. ചോദ്യം ഓർമ്മക്കുറവിൻ്റെ കാരണവും ഫലവുമാണ്. ഇത് എഴുതാൻ ഏത് പോലീസുകാർക്കും പറ്റും, പോലീസിനോട് അപമാനമുണ്ടല്ല, ആർക്കും പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഞാൻ എഴുതിയിരുന്നു വെച്ചാൽ ദ കോസ് ഓഫ് മെമ്മറി ലോസ് എന്നോട് തുടങ്ങി. മെക്കാനിക്കൽ ഇഞ്ചുറി, ബയോളജിക്കൽ, സോഷ്യൽ ഉണ്ട്. അറിയാമോ, നമ്മൾ ചെറുപ്പകാലത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകണം. ദിസ് കോൾഡ് ട്രോമാറ്റിക് മെമ്മറി. നമ്മൾ മനസ്സ് ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത പല ആളുകൾക്കും ദുരന്തങ്ങളുണ്ടാവും. ഒന്നും മറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ ലൈഫിൽ അല്ലേ. പറ്റുമോ? വലിയ വിഷമാണ്. അപ്പം എല്ലാം ഓർത്താലും ജീവിക്കാൻ പറ്റില്ല അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്ന നിമിത്തങ്ങളാണ്. ചില പാട്ട് കേൾക്കും നമുക്ക് പണ്ടാരോ ഞാൻ ഇഷ്ടപ്പെട്ട ആളെ റോട്ടിൽ കണ്ട് ഓർമ്മ വരും ചില പാട്ട് കേൾക്കുമ്പോൾ അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ കരണത്ത് അടി കിട്ടി ഓർമ്മ വരും ചില പാട്ട് കേൾക്കുമ്പോൾ. ദാറ്റ്സ് കോൾഡ് കോണ്ടെക്സ്ച്വൽ മെമ്മറി അല്ലേ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് ഏത് പൊട്ടൻ എഴുതാമെന്ന് വിചാരിച്ചു. അത്ര പൊട്ടന്മാർക്ക് എഴുതാൻ പറ്റില്ല. കോസ് ഓഫ് മെമ്മറി നമ്മൾ ഒരുപാട് കാര്യം കണ്ടുപിടിച്ചില്ലേ. ഓർമ്മശക്തി അത് നമ്മുടെ ബാഹ്യ കാരണം കൊണ്ടാവാം, ആന്തരിക കാരണങ്ങൾ കൊണ്ടാവാം, മെക്കാനിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം, ഇലക്ട്രോജനിക് അസുഖങ്ങൾ കൊണ്ടാവാം, ഫിസിക്കൽ കർണപുടത്തിന് ഇത് കേൾവിയും കൂടാണ്. നമ്മുടെ ഇൻപുട്ട് കേൾവിയുണ്ട്. ഓർമ്മയ്ക്ക് എന്നല്ല, ഓർമ്മ പലതും അല്ലേ. ഓർമ്മ എന്ന് പറയുന്നത് ബുദ്ധിയിൽ മാത്രമല്ലല്ലോ, കർണത്തിലൂടെ പോകുന്നു അല്ലേ, കണ്ണിലൂടെ കാണുന്നു, സ്പർശനത്തിൽ അറിയുന്നു, രുചിയിലൂടെ നമ്മൾ അനുഭവിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച ചെറിയ സാധനമല്ലേ ഓർമ്മ. അപ്പോൾ നമ്മൾ ആദ്യം വളരെ ചെറുതായി കണ്ട സാധനമാണ് നമ്മൾ അതിൻ്റെ നമ്മുടെ മേഖല മാറി. ഓർമ്മയുടെ കാരണങ്ങളിൽ തന്നെ നമ്മൾ എവിടേക്ക് എത്തി? കണ്ണ്, മൂക്ക്, വായ, തൊലി അല്ലേ, ഇതൊക്കെ ഓർമ്മയിലേക്ക് വന്ന സാധനമാണ്. ഇതിൽ കരണത്തടിയിട്ട് നല്ല ഓർമ്മയുണ്ട്. കാരണം അത് അടുത്ത വീട്ടിലെ പെൺകുട്ടീൻ്റെ പിന്നാലെ നടന്നപ്പോൾ കിട്ടി. അപ്പോൾ സൈക്കിൾ മതി ഞാൻ വീട്, അപ്പോൾ സൈക്കിൾ ഓർമ്മ വന്നു. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ലിങ്ക് മെമ്മറി. ഓക്കെ, റിലേറ്റഡ് മെമ്മറി, ട്രോമാറ്റിക് മെമ്മറി. ഓക്കെ, അപ്പോൾ ഒരു ഓർമ്മ എന്ന് ഭയങ്കര സംഭവം എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഒരു വലിയ ഗ്രാഫ് കമ്പ്യൂട്ടറുകാരുടെ വിചാരിച്ചാൽ IT പഠിച്ച എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കമോൺ, ദാറ്റ്സ് ബി ഗുഡ്. IT-ക്കാർ വെറുതെ കുറച്ചൊന്ന് ചാമ്പ് കിട്ടും. കാരണം നമുക്ക് ഈ 0 to 1 അല്ലേ ദിസ് കോൺഫിഗറേഷൻ. ഇപ്പോൾ നമ്മൾ IT എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എൻ്റെ മക്കൾ എന്നെ പറയുന്നത് IT ചാലഞ്ച് എന്നാട്ടോ, എൻ്റെ 2 മക്കളും. അത് സത്യമാണ്. എനിക്ക് അറിയില്ല, അതിൽ വലിയ വിവരമില്ല. അപ്പോൾ എൻ്റെ മക്കളൊക്കെ പറയും ഇപ്പം എന്ത് മണ്ടത്തര പറയും, ഇതൊക്കെ എളുപ്പം ചെയ്യില്ല. അവർ ഇട്ടിട്ട് 3 എണ്ണാക്കി തിരിച്ചു വരും. ഒന്നും ഞാൻ ശ്രമിക്കാറുമില്ല. അതുകൊണ്ടാണ് IT-യിൽ പൊതുവെ നല്ല അവരുടെ IT-യുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ. നിങ്ങളെ കാരണം വെച്ചാൽ നിങ്ങളെ ലോക്ക് ഫ്രെയിമൊക്കെ ഉണ്ടാക്കാൻ നല്ല കൃത്യമായിട്ട്, കാരണം അത് ഭയങ്കര ഭംഗിയില്ല. അത് വളരെ ചിട്ടയായിട്ട് ചെയ്യും, ഓരോ ചാർട്ട് വെച്ചിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉത്തരം എഴുതാൻ പറ്റുമെങ്കിൽ അതും IT വിഷയമാണെന്നില്ല. ഞാൻ ആദ്യം ഇത് കോസ് ഓഫ് ലോസ് ഓഫ് മെമ്മറി ഒരു ചാർട്ട് ഉണ്ടാക്കി. മെക്കാനിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, ഡിസീസ് ബേസ്ഡ്, ഇലക്ട്രോജനിക്. അത് നല്ല ഭംഗിയിൽ ചാർട്ടാക്കി വെച്ചു. അപ്പോൾ അടുത്തത് കോൺസിക്വൻസ് ഓഫ് മെമ്മറി, അതിൻ്റെ ഒരു ചാർട്ടാക്കി വെച്ചു. അപ്പോൾ ഇതിനൊരു നമ്മൾ ബോക്സാക്കി കാര്യങ്ങളൊക്കെ വെടിപ്പായി വരച്ചു കഴിഞ്ഞാൽ ഇത് നോക്കണം മാഷം എഴുതുക,
ഇവന് മെമ്മറി മാത്രമല്ല IT അറിയാം അല്ലേ, എന്ത് ഭംഗിയില്ല ചാർട്ടൊക്കെ വരച്ചിരിക്കണം. നമ്മളെ ഉത്തരം എത്രയും ആകർഷകമായി എത്രയും ഭംഗിയായി നമുക്ക് എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യം ഇതിന് കാര്യമില്ല, അതയാൾ പിടിക്കൂട്ടോ. അപ്പം അത് മനസ്സിലാക്കണം. നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ നല്ല രീതി നമുക്ക് ഒരു കാര്യങ്ങളും വിട്ടുപോവാതെ ചിട്ടയോടെ എഴുതാൻ പറ്റിയാൽ പരീക്ഷ നോക്കുന്ന ഇൻഡിവിജ്വൽ നല്ല മതിപ്പുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ essay ഒക്കെ എഴുതുമ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുട്ടൻ ഫിഷ് ബോൺ ടെക്നിക് എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ലേ ഫിഷ് ബോൺ ടെക്നിക്? നിങ്ങളെല്ലാവരും മീൻ കൂട്ടല്ലേ, നല്ല ആവോലിൻ്റെ മുള്ളെങ്ങനെ ഉണ്ടാവുക, അതിന് വാലും തലയും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ essayയുടെ തുടക്കം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലേ, മെയിൻ പോയിന്റ് ആൻഡ് ഡിസ്കഷൻ പോയിന്റ്സ്, ഇവാലുവേഷൻ, അനാലിസിസ്, അസസ്മെൻറ്റ്, സജഷൻസ്, സൊല്യൂഷൻസ്, കൺക്ലൂഷൻ അല്ലേ. അപ്പോൾ ഒരു വിഷയം എഴുതുമ്പം നമുക്ക് ആദ്യം ഒരു ചാർട്ട് വരച്ചാൽ മതി അവിടെ. ഇപ്പം ഞാൻ എഴുതിയ essay എടുത്താൽ മതി. അതുപോലെ എനിക്ക് ഫലിച്ചു, നിങ്ങൾക്ക് ഫലിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, അതൊരു വേദവാക്യമല്ല. ഇന്ത്യൻ സൊസൈറ്റി അറ്റ് ദ ക്രോസ് റോഡ്സ് എന്ന വിഷയമാണ് ഞാൻ essay എഴുതിയത്. ഇത് എഴുതാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ അല്ലേ. ഇന്ത്യൻ സൊസൈറ്റി ക്രോസ് റോഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്ത്യ സമൂഹം പ്രതിസന്ധിയിൽ എന്നാണ് ചോദ്യം. ഇത് എഴുതാൻ അധികം വായിക്കണോ? വേണ്ടല്ലോ. നിങ്ങൾ 3 പോയിന്റ് പറയും വെറുതെ. ഇന്ത്യൻ സൊസൈറ്റിയുടെ three points. ഒരു പോയിന്റ് പറയും. വാട്ട് ഇസ് ദ ചാലഞ്ച് ബിഫോർ ഇന്ത്യൻ സൊസൈറ്റി? Religious problem. What is Indian? Migration to other countries. And the other problem? Overpopulation. Yeah. Inequality. Yeah, good. Gender inequality. Inequality is there. Poverty is a problem. Yeah. Economy is a problem. Caste is a problem. Infrastructure inadequacy is a problem. Different diversity. Diversity is a problem. Oh, yeah, it's a problem because you don't have a uniform language, you don't have different languages and different cultures. Administration? Corruption. Oh, wow, that's a smart kick on me. Administration and corruption is a problem. It's a problem, yeah. Any other problems? Cyber security is a problem. Hidden poverty. Unemployment. So you got all the answers, അല്ലേ? നമുക്കിതൊന്നും ഈ ഉത്തരം ആർക്കും അറിയാഞ്ഞിട്ടല്ല. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഉത്തരം പറയാൻ വേണ്ടി IAS പഠിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഇരുന്ന തുളസിയും മമ്മദും റിസാനയും എല്ലാവരും കൂടി ഇപ്പം പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിഞ്ഞു അല്ലേ. പക്ഷേ നമ്മളിത് എങ്ങനെ എഴുതുന്നുള്ളതാണ് നമ്മൾ പരീക്ഷയെ പാസ്സാവോ തോൽക്കുമോ തീരുമാനിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അപ്പം ഇന്ത്യൻ സൊസൈറ്റി അറ്റ് ദ ക്രോസ് റോഡ്സ്, യു ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ദ ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവ് അല്ലേ. അവിടെയാണ് നമ്മളെ ചരിത്രം നമ്മളെ വി ടേക്ക് അവർ റൂട്ട് ഫ്രം അവർ ഹിസ്റ്ററി അല്ലേ. നേഷൻ കെയിം definitely not less than 100 years, right? Then it was something different. You had different kind of rules, different kind of inversions. So there is historic reason for societal challenges. Historic, economic, inequality, poverty, gender. There is economic reason, social, caste, inequity, unemployment, economic, that is social, then economic, cultural, right? There are cultural points of cultural assertion, acculturation, right? And certain cultures have a taboo, right? Science and technology. We've been to Mars, we've been to Moon, we are trying to go to Mars. And science has given advancement in agriculture, the self-sustained in our food, isn't it? ഇതെല്ലാം നമുക്കറിയാം. അത് വൃത്തിയായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, somebody said it, education, സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ ഇതിനെ കൃത്യമായി ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ഭയങ്കര വൃത്തിയാവും, നമ്മൾ ചിന്തിക്കുന്ന വളരെ വ്യക്തമാവും. ഈ ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണാൻ പറ്റും. ഈ പറ്റൂല എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല കേട്ടോ. പറ്റുമെന്ന് ആലോചിച്ചാൽ എല്ലാം പറ്റും. അപ്പം നമ്മൾ പഠിക്കുന്ന രീതിയിൽ, നമ്മൾ എഴുതുന്ന രീതിയിലും കുറച്ച് ചിട്ടയും കുറച്ച് you need to have structure, you need to have clear paragraphs, clear subheads. You start thinking systematically. You start writing your answers impressively. Your answer won't look cluttered. Clear? അങ്ങനെ ഉത്തരം എഴുതിയാൽ അതിന് നല്ല മാർക്ക്. That's a brilliant answer. Wrong answer എന്നല്ല പറഞ്ഞത് ഞാൻ. It's a brilliant answer. The evaluators say, "Arre, boy, he has done so well."
Will you believe that? So this is answering technique. If you write answers well, read textbooks, standard textbooks 2 to 3 in the subject. Go to syllabus, check how many questions are repeated, go to index. നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ the standard text 2 or 3, ബാക്കി നമ്മൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മറ്റു പുസ്തകങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുക ഗൈഡ് വായിച്ചാൽ പാസ്സാവും. ഗൈഡ് എല്ലാ ഗുണേശനും ഗണേശനും വായിക്കും അല്ലേ? പുസ്തകം വായിക്കുന്നത് പരീക്ഷ പാസ്സാവുന്ന മണ്ടേശന്മാരോ ഒക്കെ ആയിരിക്കും. ഇതെല്ലാവരും വായിച്ചുകൊണ്ട് എല്ലാവരും പാസ്സാവില്ല. ഈ 7 ലക്ഷം പരീക്ഷ എഴുതിയിട്ട് 70 പേര് IAS പോകാറില്ലേ, 100 പേര്. അതെന്തുകൊണ്ടാണ്? ആ എക്സ്ട്രാ വായിക്കുന്നതുകൊണ്ടാണ്, ആ വെളിവ് അധികം ഉള്ളതുകൊണ്ടാണ്. ആ വെളിവും തെളിവും വേണമെങ്കിൽ നമുക്ക് കുറച്ച് ശ്രമം നടത്തേണ്ടി വരും, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം നമ്മൾ വായിച്ച്, നമ്മൾ അനലൈസ് ചെയ്ത്, അപഗ്രഥിച്ച്, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതുന്ന ഉത്തരത്തിന് it will be beautiful, it will be analytical, it will be meaningful, it will be impressive, and it will have some solution to what you write. എഴുതേണ്ട രീതി മനസ്സിലായില്ലേ? കുറച്ച് കൈപ്പട വൃത്തിയാക്കണം. ചില ആൾ എഴുതി കഴിഞ്ഞാൽ പഠിച്ചവൻ ഇത് പട്ടയടിച്ചാൽ ഛർദ്ദിച്ച പോലെ എഴുതി, ഏതാ തുടക്കം അവസാനം. യു ഹാവ് ടു റൈറ്റ് ലെജിബിളി. ഐ എം നോട്ട് സേ നിങ്ങളിപ്പോൾ ഭയങ്കര കാലിഗ്രാഫിക് റൈറ്റിംഗ് ഒന്നും വേണ്ട. പെട്ടെന്ന് കണ്ടാൽ നന്നായി വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതണം. അത് വേണ്ടി വന്നാൽ, അറിയില്ലെങ്കിൽ 4 വരെ കോപ്പി ബുക്ക് വാങ്ങിച്ച് കുറച്ച് എഴുതി നോക്കും. ഞാൻ അതും കൂടി ചെയ്തിട്ടുണ്ട്. കൈപ്പട അത്ര വൃത്തികേടാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ മുഖമാണ് ഈ കൈപ്പട എന്ന് ആലോചിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളെ കാമുകിക്കോ കാമുകനാന്ന് വിചാരിച്ചാൽ മതി, നല്ല വൃത്തി വരും. കാരണം വൃത്തികെട്ട കൈപ്പട എഴുതിയ ഒരാളുടെ പരീക്ഷ നോക്കുമ്പോൾ അയാൾ നിങ്ങൾക്കുള്ള മാർക്കിന്, അല്ല പ്രേമിക്കാത്ത ആളെ ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടോ, ഞാനൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. അപ്പം കൈപ്പട നന്നാക്കണം, വൃത്തിയിൽ എഴുതണം, നന്നായി എഴുതണം, ചിട്ടയോടെ എഴുതണം, ചിട്ടയോടെ പഠിക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ തോൽക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും നല്ല സ്വപ്നം കാണുകയും ആ സ്വപ്നം നിങ്ങളുടെ ഊർജ്ജവും ആർജവത്വമായി മാറുകയും വിട്ടുകൊടുക്കില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ IAS കയ്യിൽ വരും. വിട്ടുകൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഈ കടൽക്കരയിലെ റൊട്ടിക്കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞ പിച്ചച്ചട്ടിയിൽ നിന്നും റൊട്ടിക്കഷ്ണങ്ങൾ കൊത്തി തിന്നുകൊണ്ട് കടൽ കാക്കയായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചക്രവാളത്തിന് ഉയരങ്ങളിൽ ചിറകടിച്ച് പറന്നുയർന്ന് സ്വന്തം ചിറക് ആഞ്ഞടിച്ചുകൊണ്ട് എതിർത്ത് വരുന്ന കാറ്റുകളെ തോൽപ്പിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന് പർവ്വതങ്ങൾക്കപ്പുറത്ത് പറന്ന് ഈ വിധാനങ്ങളിൽ നിന്നും വിഹായസിൽ നിന്നും കാണുമ്പം സ്വന്തം സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അവരുടെ അവസ്ഥ എത്ര ശോചനീയമാണെന്നും അവരെ ഞാൻ ഇനിയും എന്നെ പോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആഗ്രഹം വരുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് തന്നെ നമ്മൾ പറന്നുയരുമ്പോഴാണ്. അതിന് നമ്മുടെ ചിറകുകൾക്ക് ശക്തി വേണം, പേശിക്ക് ബലം വേണം, മനസ്സിന് കരുത്ത് വേണം, ബുദ്ധിക്ക് കൂർമ്മത വേണം, നിങ്ങൾ വിശ്വസിക്ക് പടച്ചവൻ്റെ അനുഗ്രഹവും വേണം. ദൈവത്തിൻ്റെ കേട്ടോ, ദൈവമൊക്കെ ഒന്നാട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞു പറ്റിക്കുന്ന അതറിയില്ലേ? അടുത്ത വീട്ടിലെ ഖൈറുന്നീസ കമർ എന്ന് വിളിക്കുന്നതും ഇപ്പുറത്തെ വീട്ടിലെ ജാനകി ശശാങ്കെന്നോ ചന്ദ്രനെന്നോ വിളിക്കുന്നതും സാധനം ഒന്ന് തന്നെ, പറമ്പിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ അല്ലേ? ഈ വേലിക്കെട്ടിനപ്പുറത്ത് നിന്നാ കാണുന്ന സാധനം ഒന്നാണ്. ഈ വേലി പൊളിച്ചാലോ നമ്മളൊക്കെ ഒന്നാണ്, ചന്ദ്രനും ഒന്നാണ് അല്ലേ? ഈ വേലിയാണ് നമ്മൾ പൊളിക്കാൻ നോക്കണം. നമ്മൾ എന്ത് മതവിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ മതം വെച്ചിട്ടോ ജാതി വെച്ചിട്ടോ മറ്റൊരാളെ ഇകഴ്ത്തുകയോ അകഴ്ത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരല്ല. അത് നമ്മുടെ നന്മയല്ല, നമ്മളെ പഠിപ്പിച്ച ആളുടെ ദോഷവും നമ്മുടെ പണ്ഡിതന്മാരുടെ വിവരക്കേടും നമ്മുടെ ജീവിച്ച ചുറ്റുപാടിൻ്റെ അപകീർത്തിയാണ്. അപ്പോൾ നല്ല വിശ്വാസം വെച്ച് നല്ല ആത്മാർത്ഥമായി പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങൾ സിവിൽ സർവീസ് പാസ്സാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നിങ്ങൾ മെയിൻസ് പാസ്സായാൽ ഇൻ്റർവ്യൂവിന് ഉറപ്പായിട്ട് ഞാൻ കോച്ചിങ് തരാൻ തയ്യാറാണ്. ആവർത്തിക്കുക, പെഗ് ചെയ്യുക, റീലേൺ ഇറ്റ്, റിവൈസ് ഇറ്റ്, റിവൈവ് ഇറ്റ്, റീപ്രൊഡ്യൂസ് ഇറ്റ് ആസ് യുവർ ഓൺ, നോട്ട് വാട്ട് ഇൻ ദ ടെക്സ്റ്റ്, not what in your notes, and not what somebody told you. It should be your answer, which should have your element, your creativity, your ideas. Then you will write an exemplary answer and you will become an exemplary officer. എൻ്റെ സർവീസ് എനിക്ക് പറഞ്ഞാൽ സത്യം പറയാൻ വളരെ സന്തോഷമുള്ളതാണ്. എനിക്കങ്ങനൊരു എവിടെയും ഞാൻ പെട്ടുപോയല്ലോന്നോ, ഞാൻ ഡോക്ടറായാൽ കുറേ പൈസ ഉണ്ടാക്കുമായിരുന്നൊന്നും ഞാൻ തയ്യൽ ക്ലിനിക്ക് നടത്തിയിരുന്നതാണ്. കണ്ണൂർ തയ്യൽ എന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല 60 പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ തലപ്പുറം ഹോസ്പിറ്റലിലോ ഉച്ചയ്ക്ക് ക്ലിനിക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള സുഖം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഓരോ പദവിയിലെത്തുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ വർക്ക് ചെയ്തനുസരിച്ചാൽ സബ് കളക്ടറായിട്ട് ഒരു ജില്ലയിലുണ്ടായിരുന്നു. ആ ജില്ല ആസാമിലെ ഉൾഫയുടെ തലവനായ പരേഷ് ബർവയുടെ ജില്ലയാണ് ദിബ്രുഗഡ്, അസാമിൽ. പരേഷ് ബർവയാണ് ഉൾഫയുടെ തലവൻ. അതൊക്കെ അറിയണം കേട്ടോ, ചെയർമാൻ ഓഫ് ഉൾഫ. ഇന്ത്യയിലെ വാട്ട് ഇസ് Naga insurgency is the mother of all insurgencies that spread into others. Then you have a larger political dynamics
where China tried to, don't quote it, or neighboring countries tried to sort of interfere in internal matters by instigating the fissiparous tendencies among the groups. Part of that is Naxalites, part of that is urban Naxalites, part of that is militants movement in Northeast and probably in Chhattisgarh and all that. So this is, there are social causes, I don't deny that, but beyond social and economic reasons, sort of perpetuation and magnifying the cause of so-called militancy is far more a handiwork of some of our neighbors. Because they get enjoyment saying that, "Sala usko ungli laga do." Kaise laga do? Uska beta koi hatyar de do. You got it? So this is a part and parcel of international relations. So I worked there as a assistant collector, sub-collector you call it, assistant collector training. I worked in this village happily. I used to stay there. I used to live in the village. So that is my beginning as my career. I did a village plan for the village, what school you need, what kind of health inventory needed. Then as a sub-collector, I got an opportunity to work in IFAD. IFAD is International Federation for Agriculture Development in Rome. So they gave me a scheme for rural development and employment. I being a doctor, I took maternal mortality, blindness as a part of the work, health workers, trained them and worked. They came to meet the sub-collector in the district. So I was driving a Shaktiman truck and going into village, trucking almost 7 kilometers. So I went in full mud to meet the Prime Minister's director, Paresh Sharma, the IFAD head, Matthias from Italy, and Shyam Gadkal, who is the Asian head of IFAD. He asked, are you the sub-collector? I said, yeah, I came driving myself. They couldn't believe. And I was sub-collector, and I was walking 7 kilometers and driving a Shaktiman truck, but the village was not very accessible. We sat in the mud. They told me to explain. I had everything in my fingertip. I said, you need to spend more money. Don't do it in my district. Spread all over Northeast if you can. They immediately approved it. They gave an outstanding rating by IFAD and World Bank for project. I worked as a head of the project. My team was good, not because of me. Entire team was very, very, very hard working. They decided to expand it in each Northeast 3 states, and they made me the mentor collector for teaching the collectors how to do development, though I was the junior most. So I went to Senapati, Ukrul, Tezpur, Digjan, Digboy districts to teach my senior colleagues how to do development collaboratively using the community. It was an interesting moment. You wouldn't have had if you had millions of rupees, right? So that gives you and now, subsequently, that project has become one of the best projects of IFAD in the country, covering entire Northeast. So you can trigger a development because of your commitment, the teamwork you do, and the change you make, however insignificant that may be. You may change the community's few people's life, right? So that is what is civil service all about. Sir, paradox of plenty പറഞ്ഞിട്ടുണ്ട്. മേഘാലയയിൽ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നം. സർ, അതിന് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ മെഷേഴ്സ് എടുത്തത് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? You have checked my internet, is it? Yeah. Okay. That was my talk in Harvard. The last COP meeting for problems relating to Asia and Africa. There was presentation and discussion in SOAS, School of Oriental and Asian Studies in London and London School of Economics. I was fortunate to do a keynote presentation. So that paradox of plenty was the term used in that. Since you asked it, you have. I'm not talking about Meghalaya context. It doesn't look nice. That will speak like what I did. I don't want to do that. Okay. The paradox of plenty in larger context of the climate related issue is that you have something like $130 billion meant for using climate fund, which is meant for climate adaptation to be spent in developing countries like Africa, South Asia, and probably partly in Central Asia and part of Europe. $130 billion. It's plenty, right? The paradox is, out of this, less than 15% is actually spent in all of Africa, all of South Asia, and all of Central Asian republics.
The 85% is actually spent in US and Western Europe, which is far more richer, far more better. And with this, what they do is they cut the development fund for developing countries. This is a paradox. You have plenty to spend, but you don't spend it there where you're supposed to spend, because they are the one who save your planet, because of they have green energy, they have green planet, they cover, forest cover is more, they have better water bodies. You should support them. Instead, you support the emitting biggest emitters by giving 85% of the climate adaptation fund spent in developing countries. Their companies make a kill out of it. എനിക്ക് അറിയാവുന്ന പല ആളുകളുണ്ട്, പ്രിലിംസും മെയിൻസും ഒരേപോലെ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ, അതായത് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ആ സമയം എത്തുമ്പോൾ അവർ എങ്ങനെയാണ് അവരുടെ ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ കൊടുക്കേണ്ട റെസ്പോൺസിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മൂലം പലരും അത് ഔട്ടായി പോകുന്നുണ്ട്. വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ആണത്. സർ, സാറിനൊരു ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ആ ഒരു ബോർഡിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ റെസ്പോൺസ് അവർക്ക് നൽകാം എന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടുന്നതല്ലേ? നമ്മൾ മിക്ക ആളും വിചാരിക്കുന്നത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെ പരിശോധിക്കുന്നതാണ്. അത് ആദ്യത്തെ മണ്ടത്തരാണ്. ഇന്റർവ്യൂ നിങ്ങളുടെ അറിവിനെ പരിശോധിക്കുന്നതല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ അറിവിനെ പരിശോധിക്കുന്ന പരീക്ഷ മെയിൻസ് ആണ്. നിങ്ങളെ സ്ക്രീൻ ചെയ്യുന്ന പരീക്ഷയാണ് സിസാറ്റ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്ക്രീൻ സിസാറ്റ് ഇസ് എ സ്ക്രീനിങ് ടെസ്റ്റ്, എലിമിനേഷൻ ടെസ്റ്റ്. കൂട്ടത്തിലുള്ള മണ്ടന്മാരെ പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ കാര്യമായിട്ട് ആലോചിക്കാതെ ഉത്തരം എഴുതുന്ന ആളെ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നറിയാത്ത ആളെ ഈ തവിടും അരിയും തവിട് മാറ്റുന്ന പരിപാടിയാണ് സിസാറ്റ്. ഈ അരിനെ എത്ര അരിയിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ എത്ര ബയോട്ടിൻ ഉണ്ട്, വൈറ്റമിൻ 12 ഉണ്ട് എന്നൊക്കെ നോക്കുന്ന കണ്ടന്റ്, നോളജ് നോക്കുന്ന പരീക്ഷയാണ് മെയിൻസ്. നിങ്ങൾ എത്രമാത്രം വിഷയത്തെ അറിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കോൺടോഴ്സ് നിങ്ങൾക്കറിയാം. കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ചോദ്യമാണ്, നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കി ഉത്തരം എഴുതും. സോ യുവർ നോളജ് ഹാസ് ബീൻ ടെസ്റ്റഡ് ഇൻ ദ മെയിൻസ്. ഫോർ ഗോഡ്സ് സേക്ക്, ഡോണ്ട് സ്റ്റഡി ഫോർ ഇന്റർവ്യൂ. That's the biggest stupidity we all make. So interview is a personality test. It is testing you as a person, not even a test. They assess your personality, who you are, how you are, what sort of a person you are. Will you break in a situation? Will you weep when you're probed? Will you നിലവിളിക്കോ, നിങ്ങൾ കരയോ? എന്താണ് നിങ്ങളുടെ വ്യക്തിത്വം? നിങ്ങൾ പതറുന്ന ആളാണോ? നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ മണ്ടത്തരം പറഞ്ഞാൽ സോറി ഞാൻ മണ്ടത്തരം പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയാൻ അറിയോ? നിങ്ങൾ ചാമ്പുന്ന ആളാണോ? അറിയാത്ത കാര്യം വിളിച്ചു പറയുന്ന ആളാണോ? അതാണ് നിങ്ങളുടെ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ ആദ്യം വേണ്ടത് നമ്മളെ പറ്റി അറിയാം. വാട്ട് ഈസ് മീ? ഐ എം ഷക്കീൽ അഹമ്മദ്. ഷക്കീൽ അഹമ്മദ് ഷായ അഹൽ. എന്താണ് വാക്കിന്റെ അർത്ഥം? ഐ എം എ മുസ്ലിം, ഐ എം എ മലബാറി. വാട്ട് ഇസ് മലബാറി? വാട്ട് ഇസ് മലബാർ റെവല്യൂഷൻ? What are the features of Malabar? I'm from Kannur. What is Kannur known for? Political violence. Obvious. Farmers' revolution. Obvious. Kannur is known for textiles. Yeah. Kannur is known for certain things. So what is Kannur? I belong to Kerala. What is Kerala? What is Kerala model of development? What is that human resource based development? What are the reform movements in Kerala? How did Kerala become so aware society comparing to the rest of India? How did Kerala has health indicators as good as Europe? You are an aware Keralite. You are an Indian. What is India going through today? Is this, see, civil service wants somebody with a minimum awareness about the situation scenarios he live in, not the brilliant guys. സിവിൽ സർവീസിൽ ഭയങ്കര പഠിക്കുന്ന പുസ്തക പുഴുക്കൾ ആവശ്യമില്ല. നല്ല ശരാശരിക്ക് മേലെ ബുദ്ധിയുള്ള, നല്ല സാമാന്യ ബുദ്ധിയുള്ള, പ്രശ്ന പരിഹാരത്തിന് മനസ്സുള്ള, നല്ല കർമ്മശേഷിയുള്ള ആളിനെയാണ് സിവിൽ സർവീസിന് ആവശ്യം. സോ ഇറ്റ് വോണ്ട് അസസ് യുവർ നോളജ്, ഇറ്റ് വിൽ അസസ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് യുവർ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, യുവർ കപ്പാസിറ്റി ടു എക്സ്പ്ലെയിൻ തിങ്സ് വാട്ട് യു നോ. Did I answer your question? So a sort of awareness about what is happening around you, what you are,
what is your surrounding, what is your district, what is the current knowledge about your district. Something news came about Kannur, I should study. Some news came about Malabar, I should know. Something new in Kerala, I should know. Something new around you, you should know. It's the selection of an aware citizen who has sense of proportion, balance in approach, and again I repeat, most of all, he's a solver of the problems, not a creator of problems, right? So you have worked in the Prime Minister's office. So how did you balance your administrative duties with the political mandates of the government? How was your experience working with the political leaders in PMO? That's a little tricky question. You're trying to trap me, I should say. Yeah, PMO work was good. I got selected. PMO selection is basically you're selected from across the country. You have to write an exam. Then they select few people and then do an interview and pick you up. Luckily for me, I got picked up out of some people. When I went, I didn't know what to do. So I had some good colleagues who taught also, saying that this is the way you can do. PM office is on top. You have a lot of things coming in. You have to advise, you have to prepare, you have to make cabinet briefs, you have to study all the cabinet notes. It's like morning 6:15, I leave my daughters Neha and Aisha in school. 6:45 in the morning, I'm in office. Night, I come back at 10:45, 11 o'clock with 4 or 5 gift boxes of files. So I do till 2 o'clock or whatever my work, and sleep and get up in the morning and go to take them to school 6:15. This is my time routine. Work-wise, it was really hectic because you go as a director in PMO means you have to have little understanding of policy making, right? It's really tough as a young officer. You haven't done policy level interpretation or interventions till then. You are more an implementer. You do projects, you do programs, you do missions, but you haven't really done the tested your skill in policy making. That's okay, but you learn it. The biggest thing in IAS is why it is the greatest job, I would say, it's never boring. You don't have time to get bored because every time you get a chance to learn. And if you get a chance to learn, please do study. Your brain will be more vibrant. You may look, I'm 58, by the way. I hope I don't look 58. That's what some people say. It's because you keep learning things. If you learn things, you remain younger, your brain remain younger, your mind remain younger, your body remain younger. So that, it gives a lot of enthusiasm to live. Because if you don't study, others will think that, Sala, ye kya pappu kahan se aaya? If you're not a competent officer, your peers will say, Arey, isko kisne IAS mein leke aaya? Ye pappu kahan se IAS ban gaya? So you have to become a smarter. Pappu is a Hindi word, don't worry about it. Dumbo. Okay. ഈ പൊട്ടൻ എങ്ങനെ IAS വന്നു ചോദിക്കും ആൾക്കാർ. അപ്പം നമുക്ക് there's a peer pressure to be competent, capable and knowledgeable. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നല്ല ബ്രൈറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അവരോട് പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ വായിക്കണം, പഠിക്കണം, ആളുകളോട് ചോദിക്കണം. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് അസറ്റ് ഇൻ IAS is നിങ്ങൾക്ക് ഏത് മുതിർന്ന ഓഫീസറിൻ്റെ അടുത്തേക്ക് ഇടിച്ച് കയറിച്ചു സാറേ ഇതെങ്ങനെ ചെയ്യുക ആരും പറഞ്ഞു തരും. ദ കംറാഡറി ഇൻ IAS is the strongest. നിങ്ങൾക്ക് അമിതാഭ് കാന്തിൻ്റെ റൂമിലേക്കും പോവാം, ക്യാബിനറ്റ് സെക്രട്ടറി റൂമിലേക്കും പോവാം, പോയി ചോദിച്ചു സാറേ ഞാൻ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് അസറ്റ് ഇൻ സിവിൽ സർവീസ്. ബിക്കോസ് ദേ വിൽ ടെൽ യു. ബിക്കോസ് ഇപ്പം ഞാനിപ്പോൾ വേണുവേട്ടനോട് ഇപ്പോൾ ചോദിക്കുകയാണ് മേഘാലയ ടൂറിസത്തിന് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ആ ചങ്ങായി ടൂറിസത്തിൽ ഒരു 100 പുസ്തകത്തിൻ്റെ വിവരമുണ്ട് തലയിൽ. അപ്പോൾ അയാൾ ഈ മൂപ്പര് പറയുന്ന 10 മിനിറ്റ് സംസാരം എന്ന് പറഞ്ഞാൽ ഒരു 100 പുസ്തകത്തിലെ അറിവാണ്. മനസ്സിലായില്ലേ? ഈ അറിവ് എന്ന് പറഞ്ഞാൽ the difference between academician and practitioner is that academicians have theoretical knowledge, research knowledge, whereas the practitioner or civil servant has implementation knowledge. How do you do that? Because we cut our teeth in doing things for the people. We may bleed, we may fail, we may fall, we may bruise, we may be brutal. I mean, like me, yesterday I fell while playing football. We may fall, but we'll still stand and learn more and become stronger. That is the ethos of civil service. That is where IAS stands really above other services, because we keep trying to become more competent, more capable and more efficient in whatever we do. And each time, if you don't learn the job within 2 months of new posting, you are treated to be a buddhu. ഒരു പുതിയ ജോലി കിട്ടിയാൽ 2 മാസത്തിൽ നിങ്ങൾ ആ ജോലി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് കൊള്ളൂല. ഇത് നിങ്ങൾ പണി അറിയാത്ത ആശാരിയാന്ന് പറയും. So there is an urge, okay, പുതിയ പണി കിട്ടി, I should learn.
അതിലുള്ള പഴയ ഗുരുക്കളോട് ചോദിക്കുക, അതിലറിയുന്ന ഗുസ്തിക്കാരോട് ചോദിക്കുക, അത് ചെയ്ത ആളുകളോട് ചോദിക്കുക. Within 2 months you become a basic command of the sphere in which you are going to work. Clear? And that makes you more competent, more efficient, and it makes life is so interesting then. I mean, you may feel like, അരെ സർക്കാർ ജോലി ഇങ്ങനെ കൂർക്കം വലിച്ച് കുമ്പയൊക്കെ വലുതാക്കി അങ്ങനെ ചാർന്നിരുന്ന് വീടി വലിക്കുക, അതൊന്നും അല്ല കേട്ടോ. സർക്കാർ ജോലി വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ അത്രയും സുഖവും സന്തോഷവും ജോലിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, when you make it to civil service, or IAS or not, there's a situation would come one day in your life when you look back, you will say, Padachone, I should have done better. Look, the guy sat next to me, he made into this, he made into civil service, he made in better life, he made a bigger thing, bigger leap. I should have done a little better. Dr. Shakil came and said a lot of things. I should have listened to few things and tried to do. I thought he was talking too much, talking about his girlfriend and love letters. But along with the love letters, I said a lot of good things also. So you missed out that. So if you actually pick and cast the right thing and follow, whomever, it's not me, I'm saying anybody, and try to follow and do things better and right, you may improve. Otherwise, a day would come where you look back, you realize that I should have done better. Then you can't go back. That is what the irony of life. Like, there's a lovely poem written by Sahir Ludhianvi, is a writer who wrote Lagja Gale. It's a beautiful song. So, I'm not a proponent of romance, don't take it otherwise. So, Sahir Ludhianvi used to go to Amrita Pritam's father for learning Urdu. He was a poet. So, whenever he went, after 15 years of Sahir Ludhianvi's death, Amrita Pritam gets a small the cigarette butts paper inside the table. So she read it. And those lines are not become the song in Lagja Gale, unfortunately. So that's more beautiful. It says like this. मुमकिन नहीं है वक्त की रफ्तार रोक ले, कुछ पल टहल के आज के एक शाम जी तो ले. മുഷ്കിൽ മുംകിൻ है ഒരിക്കലും സാധ്യമല്ല. മുംകിൻ നഹി ഹെ വഖ്ത്, സമയത്തിന്റെ ഘടികാരത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ തിരിഞ്ഞു നോക്കും, നമുക്ക് ഒരുപാട് ദുഃഖങ്ങളെ ബാക്കിയുണ്ടാവുള്ളൂ നമ്മൾ സമയത്തോടൊപ്പം സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ. അയാൾക്ക് അമൃതയെ നഷ്ടപ്പെട്ടു, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു. ആ സമയത്തിൽ ശ്രമിക്കേണ്ട സമയത്ത് ശ്രമിച്ചാൽ തിരിഞ്ഞു നോക്കിയാൽ സന്തോഷം ഉണ്ടാവും. ഇപ്പം ഭയങ്കര കഷ്ടപ്പാടാണ്. അയ്യോ ഞാൻ കഷ്ടപ്പെട്ടു, ഹോട്ടലിൽ പണിയെടുത്തു, ട്യൂഷൻ എടുത്തു, റിസപ്ഷനായി ജോലി ചെയ്യേണ്ടി വന്നു. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് IAS സിവിൽ സർവീസ് മെയിനിന് പോയപ്പോൾ ഞാൻ നേരെ ബാലകൃഷ്ണ സാറിനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ജോലി വേണം. എന്തിനാ ജോലി? ഞാൻ എനിക്ക് സിവിൽ സർവീസ് എഴുതാൻ വന്നതാണ്, മെയിൻസ് എഴുതാൻ വന്നത്. എനിക്ക് ഞാൻ പൈസ ആസ്കേ. ഞാൻ പൈസ എൻ്റെ അമ്മമാരും ദുബായിലും ഓരോട് ചോദിച്ചാലും മതി, പൈസ അല്ല എനിക്ക് ജോലിയാവട്ടെ. ഒരു കാര്യം ചെയ്യും, ഫോർട്ട് മാൻ, എന്താ തിരുവനന്തപുരത്ത് ഫോർട്ട് മാനർ ഹോട്ടലുണ്ട്, കിഴക്കേ കോട്ടയം. ഫോർട്ട് മാനിൽ ഇന്ന് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഞാൻ പറയാം അഹമ്മദിനോട്, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുമോ? ഞാൻ ഫോർട്ട് മാനിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അയാൾ എന്നെ തിരഞ്ഞെടുത്തു. സുഖമാണ് അവിടെ, രാത്രി ഇത് പഠിക്കാൻ നല്ല വെളിച്ചമുണ്ട്, സുഖമുള്ള AC മറ്റേ കൗണ്ടറിൽ ഇരിക്കാം. ഞാൻ ഫോർട്ട് മാനിൽ ഇൻ്റർവ്യൂ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് എനിക്കൊരു നാണക്കേട് തോന്നിയില്ല. ഞാൻ കാലിക്കറ്റ് ഡോക്ടർ പണി BHMS പഠിക്കും. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയും, ഷക്കീൽ ട്യൂഷൻ മാഷാകുന്നത് നമുക്ക് ഭയങ്കര മോശം, നമ്മളൊക്കെ ഡോക്ടർമാരല്ലേ, എന്തിനാണ് ട്യൂഷൻ എടുക്കുന്നത്, അവരൊക്കെ വലിയ കച്ചവടക്കാരുടെ മക്കളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കട്ടിട്ടൊന്നുമില്ലല്ലോ, പണിയല്ലേ എടുക്കുന്നത്, നിൽക്കുന്ന ഇത്ര വിഷമം. അപ്പോൾ അവിടെയുള്ള എസ്റ്റേറ്റ് മുതലുള്ള മക്കൾ, എന്നാലും നീ ഇങ്ങനെ രാവിലെ തന്നെ 4 മണിക്ക് ട്യൂഷൻ എടുക്കാനും പോകുമ്പോൾ നമുക്കല്ലേ മോശം. ഇപ്പോൾ അവർ പറയണ്ട, ഷക്കീലെ നീ നമ്മളെല്ലാം അഭിമാനം കേട്ടാണ്. അന്ന് കുറേ ചീത്ത പറഞ്ഞാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ പോരായ്മ മറ്റൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളതിനെ വലിയ കാര്യമാക്കണം. അയാൾക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ് അല്ലേ. ഞാൻ പറയണത് ഈ പുറത്തുള്ള പുറംപോച്ചിലുകളാണ് വലുതെന്ന് ആലോചിക്കാണ്ടെന്നാലും നമ്മുടെ കാമ്പും നമ്മുടെ ഉള്ളും നന്നാണെങ്കിൽ നമ്മളല്ലാതെ നമ്മൾ വലുതാവും. നമ്മുടെ വലിയ വീട്ടിലാളാണ് വലുതെന്ന് ആലോചിച്ചാൽ നമ്മുടെ വിവരവും നമ്മുടെ വിവേകവും കോൺക്രീറ്റും ഇഷ്ടികയാണ് അല്ലേ. അത്രയല്ലേ നമുക്ക് ബുദ്ധിയുള്ളൂ. അവിടെ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ചെറിയ ആളെന്ന് വിശ്വസിക്കാമെങ്കിൽ അയാളെ മനസ്സാണ് ചെറുത്, അയാൾക്ക് ബുദ്ധിയേ ഇല്ല അല്ലേ. അങ്ങനല്ലേ? അല്ലെന്ന് തോന്നുന്നു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറംപോച്ചൽ മാറ്റുക. വീട് വേണ്ട, നല്ല കുപ്പായിടേണ്ടതാണ്. പക്ഷെ നല്ല കുപ്പായിട്ട ആളൊക്കെ നല്ല ആളെന്ന് ആലോചിച്ചോ. ദാവൂദ് ഇബ്രാഹിം നല്ല കുപ്പായിടുന്ന ആളാട്ടോ. ഹാജി മസ്താൻ നല്ല കുപ്പായുണ്ടായി അല്ലേ. അവരൊക്കെ നല്ല കുപ്പായിടുന്ന ആൾക്കാരാണ്. അവരൊക്കെ നല്ലതാണോ? ഇല്ലല്ലോ. 22 നിലയിൽ ബോംബെ ആളെ പേര് പറഞ്ഞു. 22 നിലയുള്ള വീട്ടിൽ ബോംബെ താമസിക്കുന്ന ആള് നല്ലതാണോ? അല്ലല്ലോ.
അയാളിങ്ങനെ ആട്ടിൽ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്നും അതിനേക്കാൾ എത്ര നല്ലതാണ് സബർമതിയിൽ താമസിച്ച പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ, ആലോചിച്ച് നോക്കുമ്പോൾ അല്ലേ. അപ്പൊ അത് നമ്മളെ വെളിവും നമ്മളെ വിവേകമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷെ വലിയ വീടുകളാൾ മോശമല്ല, പക്ഷെ വീട് വലുതായാലും ജീവിക്കാൻ പറ്റുന്ന ആലോചിച്ചാൽ അവരെ വെളിവ് കോൺക്രീറ്റ് പോലെ ഉള്ളൂ. അങ്ങനെ ആലോചിക്കാം. കുറെ കൂടെ വെളിവുള്ള ആളുകളായി ജീവിക്കാം. ലെറ്റ്സ് ഹാവ് ഫാർ മോർ വിസ്ഡം, ഫാർ മോർ not intelligence alone, but have little more clarity in life, clarity in thought, clarity in ideas. We become better human beings. അപ്പോൾ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ശ്രമിച്ചില്ല, നമ്മൾ പരാജയപ്പെട്ടു എന്ന് ആലോചിച്ചിട്ട് ഖേദിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കണം ജീവിതത്തിൽ. അത് വേണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ആലോചിക്കണം, 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ എവിടെ എത്തും, 20 കൊല്ലത്തെ കഴിഞ്ഞ് ഞാൻ എവിടെ ഉണ്ട്. അതല്ലാണ്ട് ആലോചിക്കും ഇപ്പം എന്താ, ഇനിയിപ്പോൾ ഒന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി, അതാണ് ജീവിതം. അതല്ലാണ്ട് അതിനപ്പുറത്ത് ഒരുപാട് ജീവിതമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കുന്നത് അത് നമുക്കൊരു ഒരു പദ്ധതി തരും, ഒരു പ്ലാൻ ഉണ്ടാവും നമുക്ക് ലൈഫിൽ. നമ്മൾ എന്താവണം, എന്തായി തീരണം, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനുഷ്യരാകാൻ പറ്റൂ. മനനം ചെയ്യുന്നവരാ മനുഷ്യല്ലേ, മനനം ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പശു പോകുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു വരും, മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഇങ്ങനെ കുറേ തിന്ന് കുടിച്ച് ഇണ്ടാസം കഴിച്ച് ഇങ്ങനെ ജീവിച്ച് ചത്തുപോയ ആൾക്കാരായിട്ട് ഇങ്ങനെ ജീവിച്ചു. അവരോട് ജീവിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല, അവരും പശുക്കളും പോത്തുപോലെ ഒരുപോലെ തന്നെ. അതല്ലാതെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ ശ്രമം വഴി, നമ്മുടെ കഴിവ് വഴി, നമ്മുടെ അധ്വാനം വഴി നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുകയും ഒരാളിൻ്റെ കണ്ണീരൊപ്പാനോ, ഒരു കുടുംബത്തെ കഷ്ടത്തിൽ രക്ഷപ്പെടുത്താനോ, ഒരു ചുറ്റുപാടിലെ ആളുകളുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭേദാക്കാൻ പറ്റിയാൽ അതിൻ്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നല്ല ബിരിയാണിയോ മന്തി കഴിച്ചാൽ അത് കിട്ടൂല കേട്ടോ. അതിന് ബിരിയാണി വേണ്ട. ഒരുത്തൻ്റെ വിശപ്പ് മാറ്റുമ്പോഴുള്ള സുഖം എന്ന് പറയാം. നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതും ഒരാൾക്ക് ഭക്ഷണം ഷെയർ ചെയ്താലുള്ള സുഖം, എവിടെയാ സുഖം ഉണ്ടായാല്? കൊടുക്കുമ്പോഴല്ലേ അല്ലേ, തിന്നുമ്പോഴല്ലല്ലോ. അത് തന്നെ, അതാണ് സുഖം. സിവിൽ സർവീസ് ഏറ്റവും ചെയ്യുന്ന കാര്യം അതാണ്. കുറേ എടുക്കാനല്ല, ഒരുപാട് കൊടുക്കാനുള്ള മേഖലയാണ് സിവിൽ സർവീസ്. അങ്ങനെ തിന്ന് വേമ്പൊക്കൊന്നും വിടേണ്ടി വരില്ല, കുറച്ച് തിന്നാൽ വിശപ്പ് മാറും കേട്ടോ. അധികം തിന്നുന്നതുകൊണ്ട് നമുക്ക് അസുഖമെല്ലാം പിടിക്കുന്നത് ശരിക്കും. അതെ, ബുദ്ധി വർക്ക് ചെയ്യാത്തത് അധികം ഭക്ഷണം കഴിക്കുന്നതാണ്. ഞാൻ രാവിലെ അവിടെ നിന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് ഞാൻ അത് പറഞ്ഞു കൊടുത്തത്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം, അനാവശ്യത്തിന് കഴിച്ചാൽ ദുർമേധസ് മാത്രമല്ല ആരോഗ്യം മോശമാകും. വിശക്കുമ്പോൾ കഴിക്കാം, വിശക്കാത്തപ്പോൾ കഴിക്കാതിരിക്കുക. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് IAS കിട്ടിയ ആളല്ല. എൻ്റെ ഉപ്പയ്ക്ക് എഴുതാനും വായിക്കാനല്ല മുമ്പ് 5ാം ക്ലാസ്സാണ്. എൻ്റെ പങ്കമാർക്ക് അധികം പഠിക്കാൻ പറ്റില്ല, കാരണം എന്നെ ഉപ്പയും ഉമ്മയും പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ എൻ്റെ ഉപ്പയ്ക്ക് വിദ്യാഭ്യാസത്തിൽ ഉപ്പ പറഞ്ഞൊരു കാര്യമാണ്, മക്കളെ മോനെ നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വേണമെങ്കിൽ ഭിക്ഷ എടുക്കും. അപ്പം ഞാൻ എപ്പോഴും പഠിക്കാൻ മോശം ആരും പഠിച്ചോനെ ഉപ്പയ്ക്ക് ഭിക്ഷ എടുക്കേണ്ടി വന്നാലോ, അപ്പം ഞാൻ പഠിച്ചേ പറ്റും. അപ്പം നമ്മൾ എന്ത് വിഷമം, നമ്മളെ പോരായ്മകൾ നമ്മളെ ബലമായി കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ എഴുതാൻ അറിയില്ല എന്ന് എനിക്കൊരു ദോഷം തോന്നിയില്ല. അതെന്താ കുഴപ്പം? ഉപ്പ സത്യസന്ധനാണ്, ആരെയും പറ്റിച്ചില്ല, നല്ല സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പം നന്മ ചെയ്ത ഒരാളുടെ മോനാന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ജഡ്ജിൻ്റെ മോനോ IASകാരൻ്റെ മോനാന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ നമ്മുടെ പോരായ്മകളെ പോലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളെ ചവിട്ടുപടിയാക്കുക, നമ്മുടെ രക്ഷിതാക്കളെ ബഹുമാനിക്കുക, നമ്മുടെ നല്ല അധ്യാപകരെ ബഹുമാനിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, അതൊരു ഊർജ്ജമാക്കി മാറ്റും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.